പ്രിയ ബന്ധുമിത്രാദികളെ, വിശിഷ്ടാതിഥികളെ, സമ്മേളന നടപടികൾ ആരംഭിക്കുകയാണ്. പ്രധാന അതിഥികളെല്ലാം എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതാനും പേർ ഏറെ വൈകാതെ എത്തിച്ചേരുമെന്ന് കരുതുകയാണ്. നമ്മുടെ എല്ലാം സ്നേഹവും ആദരവും അർഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുബോധനും അധ്യാപക ശ്രേഷ്ഠനും കവിയും വാഗ്മിയുമായ രാധാകൃഷ്ണൻ മാസ്റ്റർ ദർപ്പണ പുസ്തക പരിചയത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. തൃശൂർ അതിരൂപത പബ്ലിക് റിലേഷൻസ് ഫോർ സിൽവർ ജൂബിലി മാധ്യമ പുരസ്കാര ജേതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലാസർ മാസ്റ്ററെ പരിചയപ്പെടുത്തുന്നതിന് തൃശൂർ പേരൂർ എക്സ്പ്രസിൻ്റെ ചീഫ് എഡിറ്ററും ഞങ്ങളുടെ കുടുംബ ബന്ധു കൂടിയായ ഡേവിസ് കണ്ണനായെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ദർപ്പണം രചയിതാവും ജ്യേഷ്ഠ സഹോദരനുമായ PI സൈമൺ മാസ്റ്ററുടെ രണ്ടാമത്തെ പുസ്തകം ദർപ്പണം പ്രകാശം നിർവഹിക്കുന്ന ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പേരിലുള്ള പുത്തൂർ ഉട്ടു മാസ്റ്റർ ഏലിയക്കുട്ടി ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിൻ്റെ എളിയ ചുമതലക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന എളിയ ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ സഹൃദയ സദസ്സിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പൊതുരംഗത്തും ആധ്യാത്മിക മേഖലയിലും ഒരുപോലെ നേതൃത്വം നൽകുന്ന നമ്മുടെ പള്ളി വികാരി കൂടിയായ ഫാദർ പ്രിൻഡോ മുളകൻ അച്ഛനാണ്. അച്ഛൻ എത്തിച്ചേർന്നിട്ടില്ല. അച്ഛന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരാഴ്ച മുൻപ് സുഖമില്ലാതെയായി. അദ്ദേഹം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദർപ്പണ പുസ്തകം ഏറ്റുവാങ്ങുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ റഹീം വിട്ടിപ്പറമ്പിൽ അവരുകളാണ്. അദ്ദേഹവും ഇവിടെ സന്നിഹിതനാണ്. ഈ സമ്മേളനത്തിൽ മഹനീയ സാന്നിധ്യമുണ്ട് ധന്യത പകരുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ NK അക്ബർ, നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ TN പ്രതാപൻ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ ശ്രീ M കൃഷ്ണദാസ്, സെന്റ് തോമസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഡാമസ് കൊണ്ടല്ലൂക്കാരൻ, മുൻ MLAയും മുൻ ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി ചെയർമാനുമായിരുന്ന ശ്രീ TV ചന്ദ്രമോഹനൻ, രാഷ്ട്രീയ ജനതാദൾ RJD തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ മൊറേലി, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റജീന, സൈമൺ മാസ്റ്ററുടെ സഹപാഠി കൂടിയായ ഫാദർ തോമസ് വടക്കേത്തല, KSSBU അധ്യാപക സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ AP ജോസ് മാസ്റ്റർ, KSSBA സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ MF ജോയ്, ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ശ്രീ KP ഉദയൻ, നഗരസഭാ കൗൺസിലർ ശ്രീമതി ദേവിക ദിലീപ്, കൗൺസിലർ സുബിത സുധീർ, കൗൺസിലർ ശ്രീ VK സുജിത്, കൗൺസിലർ ശ്രീ KPA റഷീദ്, മാതൃഭൂമി ഗുരുവായൂർ കറസ്പോണ്ടന്റും എൻ്റെയും ലാസ്റ്റർ മാസ്റ്ററുടെയും സഹപാഠി കൂടിയായ സാംസ്കാരിക പ്രവർത്തകൻ ജനു ഗുരുവായൂർ, നമ്മുടെ എല്ലാം പ്രിയ സുഹൃത്തും മാധ്യമ പത്ര കറസ്പോണ്ടന്റുമായ ലിജിത് തരകൻ, ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ ജിഷോ S പുത്തൂർ എന്നിവരെ ഈ സമ്മേളനത്തിലേക്ക് ഒറ്റ വാക്കിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പുത്തൂര് ഇട്ടൂപ്പയിലേക്കുട്ടി ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോവുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രിയപ്പെട്ട വല്യപ്പന്മാർ രണ്ടുപേരും അവരുടേതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് അവരെ കൊണ്ട് സാധിക്കുന്നതിൻ്റെയൊക്കെ പരമാവധി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് പ്രിയപ്പെട്ട സൈമ വല്യപ്പനും അതോടൊപ്പം തന്നെ ലാസർ മാഷും. സൈമ വല്യപ്പനെ കുറിച്ച് ഞാൻ സൈമ മാഷ് എൻ്റെ വല്യപ്പനായതുകൊണ്ടാണ് കൂടുതൽ അധികാരത്തോടുകൂടി വല്യപ്പൻ എന്ന് പറയുന്നത്.
ഇതിനൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് സൈമൺ മാഷ് എന്ന് വിളിക്കുന്നത് തന്നെയാണ് നല്ലത്. സൈമൺ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടം മുതൽ കണ്ട് പരിചിതമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. വല്യപ്പൻ എപ്പോഴും ഉമ്മറത്തിരുന്ന് ഓരോ ഇൻലൻഡ് ലെറ്ററുകൾ മേടിച്ചു കൊണ്ടുവന്ന് അതിന് ഓരോരുത്തർക്ക് അറിയിപ്പുകൾ, അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ, ഇന്ന് SMS അയക്കുന്നത് പോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതിന് പകരമായിട്ട് അന്നുണ്ടായിരുന്ന ഇൻലൻഡ് ലെറ്റർ, 50 പൈസയുടെ ഇൻലൻഡ് ലെറ്ററിൽ എല്ലാവർക്കും ഇങ്ങനെ വളരെ വേഗതയിൽ എഴുതി അവർക്ക് പോസ്റ്റ് ചെയ്യലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പണി എന്ന് പറയുന്നത് ഗുരുവായൂർ പോയി പോസ്റ്റ് ഓഫീസിൽ പോയി 500 ഇൻലൻഡ് ലെറ്റർ മേടിച്ചുകൊണ്ടിരിക്കുക, 250 ലെറ്ററുകൾ മേടിച്ചുകൊണ്ടിരിക്കുക. അത് എഴുതി കഴിഞ്ഞാൽ തിരിച്ച് പോസ്റ്റ് ചെയ്യാൻ ഗുരുവായൂർ പോവുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉത്തരവാദിത്തം. അത് ഒരു പ്രവർത്തന മേഖലയാണ്. വല്യപ്പനെ സംബന്ധിച്ചിടത്തോളം, സൈമൺ മാഷിനെ സംബന്ധിച്ചിടത്തോളം വല്യപ്പൻ ഒരുപാട് മേഖലകളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയാണ്. പള്ളിയെ സംബന്ധിച്ചിടത്തോളം, ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ അതിരൂപത പ്രസിഡൻ്റായിട്ടും മറ്റ് ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിക്കാനായിട്ടുള്ള വലിയ അസുലഭമായിട്ടുള്ള നിമിഷം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണ്, ജനതാദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനും അതിലൂടെ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കൊക്കെ പ്രവർത്തിക്കാനൊക്കെ ആയിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇനി അധ്യാപന മേഖലയിലായാലും അതിന് റിട്ടയർമെൻറ്റിന് ശേഷമായാലും അവരുടേതായിട്ടുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അവരെല്ലാവരെയും ഒരു സംഘടനയായിട്ട്, കൂട്ടായ്മയായിട്ട് വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി കൊണ്ടുപോകാനായിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന, എപ്പോഴും പ്രവർത്തന നിരതനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ദർപ്പണം 2 എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇത് സൈമൺ മാഷിൻ്റെ 2ാമത്തെ പുസ്തകമാണ് എന്ന്. ഇത് 2ാമത്തെ പുസ്തകമല്ല, 15ഓ 16ഓ എത്രാമത്തെ പുസ്തകമായിട്ടാണ് ഈ ദർപ്പണം 2 എന്ന് പറയുന്ന ഈ പുസ്തകം ഇറങ്ങുക. ദർപ്പണം 1 നമ്മൾ 2-3 വർഷം മുന്നേ ഇറക്കി. അതിറക്കിയപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതമായിട്ട് ആ പുസ്തകത്തെ ഞാൻ നോക്കിക്കാണുകയാണ്. കാരണം ഞങ്ങളുടെ പഠനകാലങ്ങളിൽ, ഫിലോസഫി കാലഘട്ടങ്ങളിലായാലും തിയോളജി പഠന കാലഘട്ടങ്ങളിലായാലും ഞങ്ങൾക്കൊക്കെ ഡിസർട്ടേഷൻ വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. 3-ാം വർഷം കിടക്കുമ്പോൾ ഫിലോസഫി 3-ാം വർഷം കിടക്കുമ്പോൾ ഫിലോസഫി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഡിസർട്ടേഷൻ വയ്ക്കണം. തിയോളജി കാലഘട്ടങ്ങളിലേക്ക് കിടക്കുമ്പോൾ തിയോളജി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഡിസർട്ടേഷൻ വയ്ക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയാണ്. ഈ ഡോക്ടറേറ്റിൻ്റെ തീസീസ് സമർപ്പിക്കുന്നത് പോലെ അതിൻ്റെ പേപ്പർ വർക്കുകൾ, അതിൻ്റെ ഫുട് നോട്ടുകൾ, അതിൻ്റെ ഇൻറ്റൻഷൻ, അങ്ങനെ കുത്ത്, കോമ, പേജിൻ്റെ ലൈൻ, അങ്ങനെ എല്ലാം വളരെ കൃത്യതയോടുകൂടി ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇതിൻ്റെ നമ്മൾ ആശയങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ റെഫറൻസ്, ബിബ്ലിയോഗ്രഫി, അങ്ങനെ തുടങ്ങി സകലമാന കാര്യങ്ങളും ആ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടാണ് ആ ഒരു പേപ്പർ തീസീസ് ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങളുടെ തീസീസ് എന്ന് പറയുന്നത് കേവലം 30 പേജാണ്. പക്ഷേ ആ 30 പേജ് എഴുതാൻ വേണ്ടി ഞങ്ങൾ ഒരു വർഷം അതിനു വേണ്ടി മുകളിൽ ഇരിക്കും. അത് കറക്ഷന് കൊടുക്കുന്നു, അത് അച്ഛന്മാരെ ഞങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ അത് നോക്കി കറക്റ്റ് ചെയ്ത് തരുന്നു, വെട്ടിത്തരുന്നു. വീണ്ടും നമ്മൾ കറക്ഷൻ നടത്തി വീണ്ടും കൊടുക്കുന്നു, വീണ്ടും വെട്ടിത്തിരുത്തി അതിൽ കുറച്ചുകൂടി അപ്ഡേഷൻ വരണം എന്ന് പറഞ്ഞ് തിരുത്തുന്നു. അങ്ങനെ ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയി. അങ്ങനെ വളരെ കഠിനമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ 30 പേജ് അടങ്ങുന്ന ഒരു തീസീസ് ഞങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട്. മോറൽ തിയോളജിയോ അല്ലെങ്കിൽ ബിബ്ലിക്കൽ തിയോളജിയോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഇത്തരത്തിലെ തീസീസ് എഴുതുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇത് എത്രമാത്രം കഠിനമാണ്. അതിനേക്കാൾ വളരെയേറെ ഗൗരവമായിട്ടുള്ള രീതിയിലാണ് വല്യപ്പൻ സൈമൺ മാഷ് ദർപ്പണം എന്ന് പറയുന്ന പുസ്തകം എഴുതാനായിട്ട് ആരംഭിച്ചത്.
വല്യപ്പൻ എഴുതുന്ന കാലഘട്ടങ്ങളിൽ വല്യപ്പൻ എനിക്കത് വായിക്കാനൊക്കെ ആയിട്ട് പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി തരുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രൂഫ് റീഡിങ് നടത്താൻ മാത്രം ഉള്ളൊരു അറിവൊന്നും എനിക്കതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പകുതിയിൽ വെച്ച് ഇട്ടെറിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു വല്യപ്പൻ എനിക്ക് ഇതിങ്ങനെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രൂഫ് റീഡിങ് നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കെ കൊണ്ട് സാധിക്കില്ല വല്യപ്പ, ഇത് എന്നെ കൊണ്ട് പറ്റുന്നൊരു പണിയല്ല, അത് വേറെ വല്ല അച്ഛന്മാരെ കൊണ്ടൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്, പഠിപ്പിക്കുന്ന അച്ഛന്മാരെ കൊണ്ട് കൊടുക്കുന്നതൊക്കെയാണ് നല്ലത് എന്ന് പറഞ്ഞ് പിന്നീട് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരായിട്ടുള്ള അച്ഛന്മാർക്കൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. എന്തുതന്നെയായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡോക്ടറൽ തീസീസ്, ബൈബിളിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്ടറൽ തീസീസ് എപ്രകാരമാണോ എഴുതുന്നത് അത്തരത്തിലാണ് സൈമൺ വല്യപ്പൻ ദർപ്പണം എന്ന് പറയുന്ന പുസ്തകം, ആദ്യ പുസ്തകം ഇറക്കിയത്. വല്യപ്പൻ പറഞ്ഞു, അന്ന് ഞാൻ വളരെ അത്ഭുതത്തോടും ഏറെ അഭിമാനത്തോടും കൂടി വല്യപ്പനെ നമസ്കരിച്ചതാണ്. ഇത്രയും വലിയ ഒരു കഠിനമായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് വല്യപ്പൻ തുനിഞ്ഞിറങ്ങിയല്ലോ. കാരണം ഇത്രമാത്രം തിരക്കുകളുടെ ഇടയിൽ പുസ്തകം എഴുതാനായിട്ട് വായിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ഇത് എഴുതിയ ന്യൂസ് പേപ്പർ പോലും മുഴുവനായിട്ട് വായിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ ബഹുഭൂരിഭാഗം. നമുക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ വായിച്ചു നോക്കാൻ പോലും ക്ഷമയില്ലാത്തവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും. തലക്കെട്ട് നോക്കും, എന്താണ് വിഷയമെന്ന് 1-2 പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അത് വിടും. മുഴുവൻ വായിച്ചു നോക്കാനായിട്ടുള്ള ക്ഷമയൊന്നും ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. വളരെ ഷോർട്ടായിട്ട് വിടും. പക്ഷേ അങ്ങനെയുള്ള മെസ്സേജുകൾ അടങ്ങുന്ന വലിയ ഒരു പുസ്തകം രചിക്കാനായിട്ട് സൈമൺ വല്യപ്പൻ എടുത്ത ആ വലിയ ഉത്തരവാദിത്വം അതേറെ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് തിയോളജിയുടെ ഭാഗമായിട്ട് ബൈബിൾ പഠന പണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്യപ്പെടാനും വായിക്കാനും ബൈബിൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അത് റഫറൻസ് ഗൈഡായിട്ട് ഉപയോഗിക്കാനും സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ അത് വായിച്ച് അതിൽ നിന്ന് ബൈബിളിൽ നിന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആഴമായിട്ട് ബോധ്യപ്പെടാനൊക്കെ ആയിട്ട് സാധിക്കുന്ന രീതിയിലാണ് വല്യപ്പൻ ഈ പുസ്തകം എഴുതുക. വളരെ ഏറെ അഭിമാനത്തോടു കൂടിയാണ് വല്യപ്പനെ ഞങ്ങൾ കാണുക. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളുടെ തറവാട്ടിലുള്ള എല്ലാ തലമുറയിലുള്ള എല്ലാവർക്കും വല്യപ്പൻ എന്ന് പറയുന്നത് അതൊരു പ്രചോദനമായിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. വല്യപ്പനെ ഈ അവസരത്തിൽ ഏറെ അഭിമാനത്തോടെ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇത്തരത്തിൽ ഇനിയും അക്ഷീണം പ്രയത്നിക്കാനായിട്ട് തന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരു കാലഘട്ടം ഞാൻ വൈദികനാണ്. പല പ്രായമായിട്ടുള്ള വ്യക്തികളിലുമായിട്ട് സംസാരിക്കാനും ബന്ധപ്പെടാനൊക്കെ വരാറുണ്ട്. അവരുടെയൊക്കെ വലിയ ഉത്കണ്ഠ എന്ന് പറയുന്നത്, വലിയ നിരാശ എന്ന് പറയുന്നത് അവർക്ക് ഒന്നും ചെയ്യാൻ ഇല്ല എന്നുള്ള വലിയ നിരാശയാണ്. ഞാൻ അധ്യാപകനായിരുന്നു. ഞാൻ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്കൊരുപാട് പരിവാരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അച്ഛാ ആരുമില്ല, എന്നെക്കൊണ്ട് ആർക്കും ആവശ്യമില്ല. ഞാൻ ഒരു യൂസ്ലെസ് ആയിട്ട് ഇതാ കിടക്കുകയാണ്. ഈ മുറിക്കകത്ത്, ഈ വീടിനകത്ത് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ വളരെ യൂസ്ലെസ് ആയി അച്ഛാ. എൻ്റെ മക്കൾക്ക് തന്നെ വേണ്ട, എൻ്റെ മരുമക്കൾക്ക് തന്നെ വേണ്ട. കാരണം അവരൊക്കെ ഞാൻ ഔട്ട്ഡേറ്റഡായി പോയി. പക്ഷേ ഈ ഒരു നിരാശയിലൂടെയാണ്. അപ്പോൾ ഞാനവരോട് പറയാറുണ്ട്, എൻ്റെ അങ്ങനെ പറയാനായിട്ടുള്ള പ്രചോദനം അത് വല്യപ്പനാണ്. ഞാൻ പറയാറുണ്ട്, അപ്പച്ചനെ ഈ റൂമിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കണ്ടെത്തുന്നിടത്താണ് അപ്പച്ചൻ്റെ ജീവിതത്തിൻ്റെ വിജയം അടങ്ങിയിരിക്കുക. അത് കണ്ടെത്തുമ്പോഴാണ് അപ്പച്ചനെ ജീവിതത്തിലെ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുക. തൻ്റെ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന നിരാശയെ വിട്ടുകളയാനായിട്ട് സാധിക്കുക. ആ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നിറവേറ്റാനായിട്ട് സാധിക്കുമ്പോഴാണ്. എനിക്ക് തോന്നുക സൈമൺ വല്യപ്പനെ സംബന്ധിച്ചിടത്തോളം മാത്രം പ്രായമായിട്ട് പോലും വളരെ ചുറുചുറുക്കോടുകൂടി ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാനും അത് നിറവേറ്റാനും കാര്യപ്രാപ്തിയുള്ള, അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് വല്യപ്പനെ. എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയപരമായി നോക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ലാസർ മാഷ് തൻ്റെ പ്രസംഗ ചാതുര്യം കൊണ്ടും നേതൃത്വ പാഠവും കൊണ്ടൊക്കെ ജനങ്ങളെ പ്രബോധിപ്പിക്കാനും അണിചേർക്കാനും നയിക്കാനും നേതൃത്വം കൊടുക്കാനും പ്രാപ്തിയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ലാസർ മാഷ്. ഒരുപക്ഷെ ലാസർ മാഷിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ട് എങ്കിൽ ഞാനിതിൽ അതിശയോക്തികളൊന്നും പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനും കേട്ടിട്ടുണ്ട്. തൃശ്ശൂര് ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ തൃശ്ശൂര് 2 പ്രാസംഗികരാണ് സഭയിലുണ്ടായിരുന്നത്. ഒന്ന് തട്ടിൽ പിതാവ്, റാഫേൽ തട്ടിൽ പിതാവ്, അന്ന് തൃശ്ശൂർ അതിരൂപതയുടെ സഹായമെത്രാനായിരുന്നു. രണ്ടാമത്തെ പേര് പറയാനായിട്ട് എടുത്തു കാണിക്കുക, അല്ലെങ്കിൽ ജനസമ്മതിയുള്ള ആൾക്കാർ വികാരത്തോടുകൂടി കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അത് ലാസർ മാഷാണ്. പല സമരങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അടുത്തത് ലാസർ മാഷിൻ്റെ പ്രസംഗം ഉണ്ടാവും, അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ലാസർ മാഷിൻ്റെ പ്രസംഗം കേൾക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ സമരത്തിന് വന്നിട്ടത് വേസ്റ്റായി പോകും. അപ്പം അതുകൊണ്ട് ലാസർ മാഷിൻ്റെ പ്രസംഗം കൂടി കേൾക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അത്രമാത്രം പ്രസംഗ ചാതുര്യത്തോടുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് അപഗ്രഥിക്കാനും അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാനായിട്ട് പ്രാപ്തിയുള്ള ഒരു അധ്യാപകനായിട്ടുള്ള വ്യക്തിയാണ് ലാസർ മാഷ്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ അതിരൂപതയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ സംഘടനാപരമായിട്ടുള്ള പല സംഘടനകളും KCYM ആയാലും കാത്തലിക് യൂണിയൻ ആയാലും ഇപ്പോൾ രൂപീകൃതമായിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയൊക്കെ രൂപീകരിക്കാനായിട്ട് തൃശ്ശൂർ അതിരൂപതയിലെ വിവിധങ്ങളായിട്ടുള്ള ദേവാലയങ്ങളിലും ഇടവകകളിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് പുറത്തുള്ള മറ്റ് രൂപതകളിലും ചെന്ന് അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അവരെ ആ ഒരു കൂട്ടായ്മയിൽ ഉണർത്തിക്കൊണ്ടുവരാനും ആ കൂട്ടായ്മയെ രൂപീകരിക്കാനും ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് PI ലാസർ മാഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചിന്നവില്ലേപ്പൻ. ഈ ഒരു അവസരത്തിൽ തൃശ്ശൂർ അതിരൂപത അദ്ദേഹത്തിന് നൽകിയ ആദരം അതേറെ പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സീറോ മലബാർ സഭ ഏർപ്പാടാക്കിയിട്ടുള്ള സഭാധാരം അവാർഡ് അദ്ദേഹം പ്രഥമ സഭാധാരം അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കി. ഇപ്പോൾ ഇതാ ഈ വർഷം തൃശ്ശൂർ അതിരൂപത ഏർപ്പാടാക്കിയിട്ടുള്ള അവാർഡ് കൂടി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അത് തികച്ചും അർഹമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രയത്നത്തിൻ്റെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടി, ഇടവകകൾക്ക് വേണ്ടി, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഇന്ന് അദ്ദേഹത്തെ ഈ സഭ ഇത്തരത്തിൽ ആദരിക്കാനായിട്ട് ഇടവരിക. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. വല്യപ്പൻ്റെ അനിയൻ്റെ മകനാണെന്നൊക്കെ പറയാനായിട്ട് ലഭിക്കുന്ന ഈ അവസരങ്ങൾ ഞാൻ പലപ്പോഴും അറിയപ്പെടുക ലാസർ മാഷിൻ്റെ പേരിലാണ്. ഇത് ലാസർ മാഷിൻ്റെ അനിയൻ്റെ മകനാണ്, സൈമൺ മാഷിൻ്റെ അനിയൻ്റെ മകനാണ് എന്ന് പറഞ്ഞ രീതിയിലാണ് എന്നെ പലപ്പോഴും പല വേദികളിലൊക്കെ എന്നെ അഭിസംബോധന ചെയ്യാനായിട്ട് ഇടവരിക. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുണ്ട് ഈ ഒരു അവസരത്തിൽ ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സദസ്സിനെ സാക്ഷി നിർത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 വല്യപ്പന്മാരെയും ആദരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളുടെ വലിയ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ലാസർ മാഷിക്കും അതോടൊപ്പം തന്നെ സൈമൺ മാഷിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെ ഈ ഒരു വലിയ ദൗത്യം പ്രത്യേകിച്ച് സൈമൺ വല്യപ്പൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളായാലും ലാസർ മാഷ് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളായാലും അത് അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ ഇനിയും സർവശക്തനായ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി, നമസ്കാരം. ഞാനിവിടെ നിയോഗിക്കപ്പെട്ടത് സൈവന്മാരുടെ പുസ്തക പ്രകാശനം എന്ന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഞാൻ അവിടെ ആ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ലാസർ മാഷ് ബഹുമാനിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു
ഇതിനോട് ചേർന്നുള്ളത് കൊണ്ട് അതുകൂടി എൻ്റെ സംസാര വിഷയമാക്കും എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു വയ്ക്കട്ടെ. പുത്തൂർ കുടുംബവുമായിട്ട് എനിക്ക് ഞാൻ അധ്യാപകനായിരുന്ന കാലം മുതൽക്ക് തന്നെ ബന്ധമുണ്ട്. ആൻഡോവിൻ്റെയും ലാസർ മാഷിൻ്റെയും അതുപോലെ സൈമൺ മാഷിൻ്റെയും ഒക്കെ അപ്പനായ ഇട്ടൂപ്പ് മാഷായിട്ട് വളരെ അടുത്ത പരിചയം എനിക്കുണ്ടായിരുന്നു. ഞാൻ തിരുവങ്കര LP സ്കൂളിലെ പരിപാടികളൊക്കെ വരുമ്പോൾ പുത്തൂർ വീട്ടിൽ കയറി ഇട്ടൂപ്പ് മാഷുമായിട്ട് സൗഹൃദം പുതുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുടുംബ ബന്ധം ആ വീടുമായിട്ട് എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് യാസറും മാനും ഒക്കെ ആ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായിട്ട് എത്തിച്ചേരുന്നത്. അതോടുകൂടി ആ ബന്ധം ഒന്നുകൂടി ദൃഢീഭവിക്കുകയാണ് ഉണ്ടായത്. സാധാരണ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളുമായിട്ട് പിന്നീട് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ വളരെ കുറച്ച് അധ്യാപകന് കിട്ടാറുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഉണ്ടായത്. പിൽക്കാലത്ത് ലാസർ മാഷായും ആൻഡോ ആയിട്ടും സൈമൺ മാഷായിട്ടുള്ള ധാരാളമായിട്ട് ഇടപെടലാനും വേദികൾ പങ്കിടാനുമുള്ള അവസരങ്ങൾ ധാരാളമുണ്ടായി. ആൻഡോ ആയിട്ടും ലാസറായിട്ടുള്ള എത്രയോ വേദികൾ പങ്കിടാനുള്ള അവസരം ഉണ്ടായി. അങ്ങനെ ആ വിദ്യാലയ സ്മരണകൾ ഉണർത്തുന്ന അനുഭൂതിയുടെ ആ പ്രകാശവുമായിട്ട് ബഹുദൂരം സഞ്ചരിക്കാൻ സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഭാഗ്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലാസർ മാഷ് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഓർമ്മ എനിക്ക് ആ പത്രം ഓർമ്മയാണ്. ഓർമ്മയിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ എനിക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. ഈ ലാസർ മാഷെ പ്രസംഗത്തിനുള്ള നിർബന്ധിച്ച് ഈ സാഹിത്യ സമാജത്തിൻ്റെ വേദികളിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ് എന്ന് ഇന്ന് ഞാൻ ഓർക്കുക. ഈ ജനാർദ്ദനൻ, ജനുവരി എന്ന് പറയുന്ന ജനാർദ്ദനെ, ആൻഡ്രൂവിനെ, ലാസറിനെ അതുപോലെയുള്ള കുറച്ച് കുട്ടികളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ട് ഈ സാഹിത്യ സമാജത്തിൻ്റെ വേദികളിലേക്ക് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്ന ഒരു കാര്യം ചെയ്യുന്നതിന് അധ്യാപകനായ എനിക്ക് സാധിച്ചു. മാത്രമല്ല അവർക്കൊക്കെ ഒരു സാമൂഹികമായ കാഴ്ചപ്പാട്, അതായത് ഈ ക്ലാസ് മുറിയുടെ ജനലും വാതിലൊക്കെ തുറന്നിട്ട മറ്റൊരു ലോകം ഉണ്ട് എന്ന ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എന്നാണ് എൻ്റെ അധ്യാപന ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് രൂപപ്പെട്ട വിശാലമായ ഒരു ലോകത്തിലേക്കുള്ള അവരുടെ ആ വരവ് തീർച്ചയായിട്ടും പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലാസർ തൃശ്ശൂർ രൂപതയുടെ ഒരു വലിയ അവാർഡ്, മാധ്യമം അവാർഡ് നേടിയിരിക്കുകയാണ്. ലാസറിൻ്റെ പ്രസംഗം, സാമൂഹികമായ ഇടപെടലുകൾ, രാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായി പറയാനറിയില്ല, സാമൂഹികമായ ഇടപെടലുകൾ, അതുപോലുള്ള പെരുമാറ്റത്തിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ ഒരു നേതാവിന് ആവശ്യമായ, നേതാവിന് ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ആ വ്യക്തിയിൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു എന്നത് ഈ സമ്മാനിതനായതുകൊണ്ട് പറയുകയല്ല, അല്ലാതെ തന്നെ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ലാസർ മാഷ് കുറേ കാലമായിട്ട് ഈ അൽമായന്മാരുടെ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ലാസർ മാഷ് തൻ്റെ ഏതാണ്ട് ആകത വന്ന സമയം പ്രവർത്തനത്തിൽ പരിപക്വമായ അവസരത്തിൽ ഇങ്ങനെ അവാർഡ് നേടി എന്നറിയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ ആദ്യമായിട്ട് സഭയെ അറിയിക്കുകയും ലാസർ മാഷിൻ്റെ ആ പ്രവർത്തന മേഖലയിൽ പൂർവാധികം ശക്തിയോടെ ഇനി പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ഈ രണ്ടാമത് സൈമൺ മാഷിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു ബൈബിള് ഇതുവരെ അങ്ങനെ വൃത്തിയായിട്ട് വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും വായിച്ചിട്ടുള്ള ആളാണ്. അതിനുള്ള സാഹചര്യം ഒരുങ്ങിയത് ഞാൻ പഠിച്ച വിദ്യാലയം, ഞാൻ പാവട്ടി സെൻറ് ജോസഫ് ഹൈസ്കൂളിലാണ് പഠിച്ചത്.
ഇത് പഠനകാലം എന്ന് പറഞ്ഞാൽ കുറേ പതിനെട്ട് മുമ്പാണ്. അന്ന് അവിടെ പുറത്തു പോകും മുതൽക്ക് ഈ ഉച്ചയ്ക്ക് കാറ്റഗിസം എന്ന ഒരു ക്ലാസ് ഉണ്ടാവും. അതായത് വേദോപദേശ പഠന ക്ലാസ്സാണ്. സാധാരണ 12 മണിക്ക് സാധാരണ ക്ലാസ് അവസാനിച്ച് 1 മണിക്കൂർ അരമണിക്കൂർ ഈ വേദോപദേശത്തിനുണ്ട്. അത് കഴിഞ്ഞ് ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന്മാർ പറയും, അവിടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞ ഫാദറായിരുന്നു ക്ലാസ്സായിരുന്ന ആൾ, പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞൊരു ഫാദർ ഉണ്ടായിരുന്നു. അവർ പറയും താല്പര്യമുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഇരിക്കാട്ടോ എന്ന്. അപ്പം ഞാനവിടെ ഇരുന്നു ഇതൊക്കെ കേട്ട് അങ്ങനെ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഓടും. ഊണ് കഴിച്ച് പറഞ്ഞു വരുന്നൊരു ശീലമായിരുന്നു. അപ്പം അന്നാണ് ഈ ഗിരിപ്രഭാഷണം മുഴുവനായിട്ട് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ആരംഭമാണ് അന്ന് ഈ പ്രാർത്ഥനാ ഗീതകാരെ പാടുമ്പോൾ നന്മ നിറഞ്ഞ പറയുന്നത് കൃഷികർത്താവിനോട് ഈശോ വാഴ്ത്തപ്പെട്ടവനോടുള്ള ആ പ്രാർത്ഥന കഴിഞ്ഞ് ആകാശത്തിലെ പോലെ ഭൂമിയിലുമായണമേ എന്നത് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്താ ഇങ്ങനെ പറയുന്നതിന് അർത്ഥം, എന്താ ഇങ്ങനെ പറയുന്നതിന് അർത്ഥം, ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. വളരെ കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റേതായ അർത്ഥം പിടിക്കുന്നത്. അത് എൻ്റെയൊന്നും അർത്ഥമില്ല. എന്താ എൻ്റേതായ അർത്ഥം എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ പോലെ ഭൂമിയിലാകുക എന്ന് പറഞ്ഞാൽ തീർക്കുന്നത് ആകാശത്തിലെ ഈ തേജോപാളങ്ങൾ അവരെ ഉള്ളതാണ്. ഭയങ്കര തേജോപാളങ്ങളുള്ളതാണ് ആകാശം. ആ തേജോപാളങ്ങളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അത് പ്രത്യേക ഡയറക്ഷനിലാണ് എല്ലാ തേജോപാളങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു ചലനത്തിന് ഗതി മാറ്റം വന്നാൽ ആ അണ്ടകടാഹം മുഴുവൻ തകർന്നു വരിക്കണം. അപ്പൊ ആകാശത്തില് അതിൻ്റെതായ ഒരു ഋതമുണ്ട്. ഒരു സംസ്കൃത ഭാഷ പറഞ്ഞാൽ ഒരു ഋതമുണ്ട്, അല്ലെങ്കിൽ ഒരു ഋതം. ആ താളകർമ്മം ജീവിതത്തിലും ഈ ഭൂമിയിലുള്ള എല്ലാ വാഴുകളിലും മനുഷ്യജീവിതത്തിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടുള്ള ബന്ധത്തിലും അത്തരം ഒരു ഋതം, അത്തരം ഒരു താളം, ദൈവതാളം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമെന്ന് പിന്നീട് കുറേ കഴിഞ്ഞ് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആകാശത്തിൽ ആ നിയമാവലികളുണ്ടല്ലോ, ഒരിക്കലും തെറ്റാത്ത ആ നിയമാവലികളാണ് മനുഷ്യൻ അനുസരിക്കേണ്ടത് എന്ന ഒരു ബോധ്യം ഉണ്ടാക്കി തീർത്തത് ആ പ്രാർത്ഥന ആ കാലത്ത് കേട്ട ഓർമ്മയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ 90-ാം പിറന്നാൾ. അങ്ങനെ ഇന്ന് സംസാരിക്കുന്നതിൻ്റെ കാരണം അതാണ്. 90-ാം പിറന്നാൾ കഴിഞ്ഞപ്പോൾ സൈമൺ മാഷ് വന്നിട്ട് മാഷ് പുസ്തകം എനിക്ക് തരികയാണ്. ദർപ്പണം 1-ാം. ഇതത് വായിക്കുമെന്നു ഞാനത് വായിച്ചു. അപ്പോൾ വായിക്കുമ്പോൾ അതിൻ്റെ വിഷയം നൽകാൻ ഈ 4 വിശേഷകാലത്തുമായിട്ടുണ്ട്. മത്തായിയുണ്ട്, യോഹന്നാനുണ്ട്, ലൂക്കോസുണ്ട്, പിന്നെ മാർക്കോസുണ്ട്. ഈ 4 ആളുകൾ ഇത് സുവിശേഷങ്ങളിൽ, അതായത് പഴയ നിയമമുണ്ട്, ഉൽപ്പത്തി പുസ്തകം മുതൽക്കുന്ന പഴയ നിയമം, പുതിയ നിയമം, ഇത് രണ്ടും വായിച്ചിട്ട് സമാനതകളുള്ള ഇവരുടെ ഈ സുവിശേഷങ്ങളൊക്കെ തിരഞ്ഞെടുക്കുകയാണ് നടത്തിയത്. അതായത് 4 സുവിശേഷകാരന്മാരും പറഞ്ഞ ഒരേ അഭിപ്രായമുള്ള കാര്യം, 3 സുവിശേഷകാരന്മാരും പറഞ്ഞ ഒരേ അഭിപ്രായമുള്ള കാര്യം, 2 സുവിശേഷകാരന്മാരും പറഞ്ഞ ഒരേ അഭിപ്രായമുള്ള കാര്യം. ഇത് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് വർഗീകരിച്ച് അതിനെക്കുറിച്ച് ചെറിയ അവർ പ്രസ്താവന കൊടുക്കുക, സുവിശേഷം കൊടുക്കുക. ആ കൊടുത്തിട്ട് അതിന് വ്യാഖ്യാനം വന്ന രീതിയിൽ മാഷയുടേതായ സ്വതന്ത്രമായ ഒരു ചിന്ത അതിന് ചുവടെ ചേർക്കുക, വിചിന്തനം എന്ന പേര് ചേർക്കുക. അങ്ങനെ വേറെ പണിയെടുത്തിട്ടായിരിക്കണം മാഷ് ആ ഒരു പുസ്തകം ഉണ്ടാക്കാനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് വർഗീകരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ പുസ്തകവും വായിച്ചിട്ട് ഈ സുവിശേഷങ്ങളിൽ സമാനതകളുള്ളത് ഏതാണ്, ആരുടെയൊക്കെയാണ് സമാനതകളുള്ളത്, എവിടെയൊക്കെയാണ് അവർക്ക് സമാനതകൾ ഇല്ലാതെ പോയത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് വർഗീകരിച്ച് ഒരു പുസ്തകം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല മാസത്തിൻ്റെ ആ തുടക്കത്തിൽ ഈ വർഗീകരണം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 4-ആളുടെ കുറിച്ചുള്ളത്, 3-ആളുടേത്, 2-ആളുടേത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് എടുത്ത് മറിച്ച് നോക്കി വായിക്കാൻ. ആ 1-ാം പുസ്തകം വായിച്ചു കഴിയുമ്പോൾ, ദർപ്പണം വായിച്ചു കഴിയുമ്പോൾ ബൈബിള് സാമാന്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറും എന്നാണ് എനിക്ക് തോന്നിയത്. അതന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഒന്ന് എഴുതാൻ ബൈബിൾ മാറ്റം അങ്ങനെ എടുത്തു മാറ്റുകയാനായി. അതുകൊണ്ടാണ് മാറ്റിപ്പോയി ദർപ്പണം 2-ാം ഭാഗം ഞാൻ തന്നെ പ്രകാശനം ചെയ്യുമെന്ന് വാശി പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടത്. ദർപ്പണം എന്ന വാക്കിന് കർണാടക
ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഗർഭം എന്ന് വെച്ചാൽ അഹംഭാവമാണ്. ആ അഹംഭാവത്തെ അടയ്ക്കുന്നത്, ഇല്ലാതെയാക്കുന്നത് കൂടിയാണ് ദർപ്പണം എന്ന ഒരു അർത്ഥം ആ വാക്കിന് മറ്റൊരു രീതിയിലുണ്ട്. അതുകൊണ്ട് ആ ബൈബിളിലെ വേദഗ്രന്ഥങ്ങൾ ഏത് നമ്മിലുള്ള ഞാനെന്ന ഭാവത്തെ ഇല്ലാതെയാക്കുന്നതാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും. ഖുർആനായാലും ശരി, ബൈബിളായാലും ശരി, ഹിന്ദുമതത്തിലെ ഭഗവത്ഗീതയോ അതുപോലെ ഗ്രന്ഥങ്ങളായാലും ശരി, ഈ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കിയിട്ട് ഞാൻ തന്നെ വിലയിരുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു നിലയുണ്ടല്ലോ. അതാണ് എല്ലാ പ്രവാചകന്മാരും നമ്മളോട് ഉപദേശിച്ചുള്ളതും അഭികാമ്യമായി. ആ ഒരു കാര്യത്തിലേക്ക് സൈമൺ മാസ്റ്റർ കോവിഡ് കാലത്ത് ശ്രമിച്ചു. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടായി, രണ്ടാമത്തെ പുസ്തകം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അത് വലിയൊരു എഫർട്ടാണ്, വലിയൊരു അധ്വാനമാണ് ഇതിൻ്റെ സൈമൺ മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ആ അധ്വാനത്തെ തീർച്ചയായിട്ടും അംഗീകരിക്കാതെ വയ്യ. ആ പുസ്തകം ഈ അവസരത്തിൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സസന്തോഷം പ്രകാശനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഇനിയും അവിടെ സംസാരിക്കാനുള്ളതുകൊണ്ട് മുഴുവൻ ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ തിരക്കുകളാകുന്നതാണ്. അതോടെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട്. എന്നാൽ അപ്പം ഇരിക്കുന്നവർക്ക് തിരക്കുള്ള പൊതു പ്രവർത്തകന്മാരാണ്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നീണ്ടു സംസാരിക്കുന്നു. ഇടമല്ലാതുകൊണ്ട് ഈ എന്തായാലും ഇവിടെ വരാനിടയായത്, ഇങ്ങനെ സംസാരിക്കാൻ സൗകര്യമുണ്ടായത് അത് ഏതോ ഒരു പരമകാരുണികനായ ജഗന്യന്താവിൻ്റെ കൽപ്പനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കൽപ്പനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ വളരെയേറെ സന്തോഷമുണ്ട്. ഈ സൈമൺമാസ്റ്റർ, ആൻഡോ, ജോസഫ്, ഇങ്ങനെ ആ കുടുംബത്തിൻ്റെ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, ശിഷ്യന്മാരാണ്, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാമാണ്. ആ കുടുംബത്തിനും എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിമാനമായിട്ടുള്ള 5 സഹോദരന്മാരെ കുറിച്ചാണ് ഇവിടെ കാക്കശ്ശേരി മാഷ് അവരുടെ പിതാവിനെ കുറിച്ചുമൊക്കെ ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പം ഞാൻ മാഷോട് പറഞ്ഞ് ഈ പാണ്ഡവരും 5 പേരാണല്ലോ എന്നും പറയുകയുണ്ട്. അപ്പോൾ ഇവർക്കൊരു സഹോദരി കൂടി ഉണ്ട്, അതിന് തികച്ചും വ്യത്യസ്തമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഗുരുവായൂരിൻ്റെ വിവിധ മേഖലകളിൽ, വ്യത്യസ്ത മേഖലകളിൽ, രാഷ്ട്രീയ രംഗത്തും ആത്മീയ രംഗത്തും സാമൂഹിക സാഹിത്യ മേഖലകളിലെല്ലാം നടന്നു നിൽക്കുന്ന അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് സൈമൺ മാഷ് രചിച്ച ദർപ്പണം എന്ന ഗ്രന്ഥത്തിൻ്റെയും അതുപോലെ തന്നെ ലാസർ മാഷിനുള്ള പ്രത്യേക അവാർഡിൻ്റെ സന്ദർഭത്തിലുള്ള ആദരവ് ലാസർ മാഷ് ഇന്നലെ ഭവന ബോർഡിൽ അംഗമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഭവന ബോർഡിൽ അതിൻ്റെ ഒരു പരിപാടി കൂടി ഉണ്ടെന്ന്. എന്തായാലും ബൈബിളുമായി ബന്ധപ്പെട്ടാണ് സൈമൺ മാഷിന്റെ ഈ ദർപ്പണം എന്ന ഗ്രന്ഥം രചിച്ചത് നമ്മൾ പറയുകയില്ല. നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച ഒരു പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ കഴിഞ്ഞാൽ ധാരാളം ആളുകൾ വായിച്ച മറ്റൊരു ഗ്രന്ഥം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ് എന്നാണ്. മാനിഫെസ്റ്റോ ഇറങ്ങിയ കാലത്ത് അക്കാലത്ത് ആളുകൾ പറഞ്ഞത് സാത്താൻ്റെ ബൈബിളാണ് എന്നാണ്. പക്ഷേ ആ ബൈബിൾ
ലോകത്ത് പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ബൈബിളിലെ മാത്രമല്ല മറ്റു പല ഗ്രന്ഥങ്ങളെയും അങ്ങനെ വായിച്ച് സൂക്ഷ്മമായി വിലയിരുത്തി നിരൂപണം ചെയ്ത ധാരാളം ആളുകൾ. ഇപ്പൊ കുട്ടികൃഷ്ണന്മാരായ മഹാഭാരതത്തെ കുറിച്ച് ഭാരത പര്യടനം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലെയൊന്നും അല്ലെങ്കിലും ഇതില് പ്രധാനമായും സുവിശേഷകരുടെ പ്രധാനപ്പെട്ട അവരുടെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് മാഷ് പറഞ്ഞത്. ഞാനെന്തായാലും ഈ പുസ്തകം വായിച്ചിട്ടില്ല. സൈമൺ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന തലത്തിൽ അറിയാം. അതുപോലെ തന്നെ അദ്ദേഹം വാട്സപ്പിലൊക്കെ തുടർച്ചയായി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില സന്ദേശങ്ങളൊക്കെ നൽകുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, പ്രഭാഷകനാണെന്നൊക്കെ അറിയാം. അങ്ങനെയുള്ള സൈമൺ മാഷ് പ്രായം അദ്ദേഹത്തിന് ഒരു കാര്യത്തിനും തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം ഏർപ്പെടുന്നത്. അദ്ദേഹം പെൻഷനേഴ്സ് യൂണിയന്റെ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ തന്നെ ഇതുപോലെയുള്ള സാഹിത്യ രചനകൾ കൂടി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഈ കൃതി തീർച്ചയായും വായനാ ലോകം നല്ല നിലയിൽ സ്വീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള ഈ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെല്ലാം എതിരായിട്ട് ശക്തമായ കടന്നാക്രമണങ്ങളൊക്കെ ശക്തിപ്പെടുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ബൈബിളിൻ്റെയും മറ്റു പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെയും പുനർവായനയും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമെല്ലാം കൂടുതൽ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മതനിരപേക്ഷതയ്ക്ക് അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. മതസഹിഷ്ണുതയുടെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും എല്ലാം കൂടുതൽ പൂവുകൾ വിരിയേണ്ട ഒരു കാലത്ത് അത്തരമൊരു വലിയ പൂങ്കാവനത്തിൽ നല്ല മണമുള്ള ഒരു പൂവായി സൈമൺ മാഷുടെ ഈ ദർപ്പണം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദർപ്പണം രണ്ടാം ഭാഗം പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീ NK അക്ബറിനെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ റഹീം വീട്ടിപ്പറമ്പലിനെയും ക്ഷണിക്കുന്നു. സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, ഒരു അടിയന്തരമായ ഒരു യോഗത്തിൽ പങ്കെടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് സംസാരിക്കുന്നത്. ഗുരുവായൂരിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ പതിറ്റാണ്ടുകളായി വിവിധ മേഖലകളിൽ നിറഞ്ഞു നിന്ന രണ്ട് സഹോദരന്മാരെ പ്രത്യേകമായ രണ്ട് രീതിയിൽ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. ഒന്ന്, സൈമൺ മാഷെ സംബന്ധിച്ചിടത്തോളം MLA പറഞ്ഞു, ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരെ ഗുരുവായൂരിൽ അറിയുന്ന പ്രവർത്തകന്മാരിൽ ഒരാളായിരുന്നു മാഷ്, നേതാക്കന്മാരിൽ ഒരാളായിരുന്നു മാഷ്. മാഷുടെ പുസ്തകത്തെ കുറിച്ച് പറയാനായിരുന്നു ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ അക്ബർ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും കാലത്ത് വാട്സപ്പ് തുറന്നാൽ ആദ്യം കാണുന്നത് മാഷുടെ എന്താ പറയുക സുഭാഷിതെന്നോ എന്താ അതിൻ്റെ ആ ഭാഷ തന്നെ അതാണ്. മാഷ് ഓരോ കാര്യത്തെക്കുറിച്ചുള്ള മാഷ് വളരെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് മാഷുണ്ട്. അതാണ് ആദ്യം വാട്സപ്പ് നോക്കിയാൽ കാണുന്ന ഒരു സാധനം. മാഷ് ആദ്യം എഴുതിയ പുസ്തകം അതിൻ്റെ രണ്ടാം പതിപ്പാണ് ഇവിടെ പ്രകാശനം ചെയ്തത്. കൂടുതൽ പുസ്തകങ്ങളെല്ലാം വിവിധ മേഖലകളിൽ മാഷ് പ്രവർത്തിക്കുന്നുണ്ട്. ആ മേഖലകളിലൊക്കെ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ മാഷ് കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ സാമൂഹ്യ ജീവിതത്തിൽ നടന്നു നിൽക്കുന്ന ആളാണ്. വിവിധ മാഷുണ്ട്. മാഷ്
മാഷിനിപ്പോൾ ഒരു പ്രത്യേക അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. തൻ്റെ മേഖലയിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ മാഷക്കുമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പന്ത്രണ്ട് അറിയിച്ച് ഇവിടുന്ന് സംസാരിച്ചു പോയ നഗരസഭ അധ്യക്ഷൻ കൃഷ്ണദാസ്, ശ്രീ യുജീൻ മൊബൈലി, ജോസ് മാഷ്, ശ്രീ വിജി, ശ്രീ ജനു ഗുരുവായൂർ, നമുക്ക് ഈ ചടങ്ങിൻ്റെ കാരണക്കാരായ ദാസൻ മാഷ്, അതുപോലെ സൈമൻ മാഷ്, സഹോദരി സഹോദരൻ, ഞാൻ സന്തോഷകരമായ ചടങ്ങ് എന്ന് പറയാൻ കാരണം ഈ രണ്ടുപേരും ദാസൻ മാഷും അതുപോലെ സൈമൻ മാഷും ദീർഘകാലമായിട്ട് പരിചയം എന്ന് പറഞ്ഞ ഒരാഴത്തിലുള്ള സ്നേഹബന്ധവും സഹപ്രവർത്തനവും സഹവർത്തിത്വവും ഒക്കെ ഉള്ള വ്യക്തികളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന മുഹൂർത്തങ്ങളിൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളുടെയോ അംഗീകാരങ്ങളുടെയോ ആനന്ദലബ്ധികളുടെയോ മാത്രം സന്ദർഭങ്ങളിലല്ല, നമ്മളോട് വളരെ ചേർന്ന് നിൽക്കുന്ന നമുക്ക് വളരെ പ്രിയങ്കരായ വ്യക്തികൾക്ക് ഈ രീതിയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ എന്തെങ്കിലും ജീവിതത്തിൽ വളരെ ഗണ്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ നമ്മൾ ആനന്ദിക്കും. അതാണ് സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ഒരു മാനസിക അവസ്ഥ ആകുന്നു. എൻ്റെ കർത്തവ്യം ലാസർ മാഷ പരിചയത്തിലാണ്. അതിന് ചെറിയ അനവധിയുണ്ട്. കാരണം ഇത് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് പുത്തൂർ ഫാമിലി ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ്. അപ്പം ഇവിടെ വന്ന് എല്ലാവർക്കും, വേദിയിലുള്ളവർക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ലാസർ മാഷ നന്നായില്ല. നമ്മൾ ഈ കൊല്ലക്കടയിൽ സൂചിപ്പിക്കരുത് എന്നൊരു മലയാള ഭാഷാ പ്രയോഗമുണ്ട്. പക്ഷെ അതിനൊരു ന്യായം വള്ളപ്പള്ളി പിതാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പിതാവ് ഒരിക്കലും പള്ളി സന്ദർശിക്കാൻ കഴിയും. അപ്പം അച്ഛൻ വികാരി പള്ളി കാണിക്കാൻ ഇറങ്ങിയിരുന്നു. അപ്പം ആരാണ്ട് മുണ്ട് വളച്ചെത്തി സെക്രട്ടറിയുടെ മുമ്പിലൂടെ അതുകൊണ്ട് നടക്കുന്നത്. അപ്പം പിതാവ് ചോദിച്ചു ഇതാരാ ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു ഇത് ഇവിടുത്തെ ദേവാലയ ശുശ്രൂഷയാണ്, അതായത് കപ്പിയേരാണ്. അപ്പോൾ പിതാവ് പറഞ്ഞ ഈ നിത്യപരിചയത്തിൻ്റെ ഒരു ദോഷം, ആ നിത്യപരിചയം സ്വാഭാവികമായിട്ട് ഒരാളുടെ വലിപ്പങ്ങളെയും ചെറുപ്പങ്ങളെയൊക്കെ ഇല്ലാതാണ്. അങ്ങനെ ഒരു അപകടമുണ്ട്. രാസമാഷ ഒരു പ്രത്യേകത, പലരെങ്കിലും ചെയ്യും ഉള്ള വലിപ്പം അല്ലെങ്കിൽ ഇല്ലാത്ത വലിപ്പം അതെല്ലാവരും അംഗീകരിച്ച് തരണം എന്നുള്ള നിലയ്ക്ക് നടക്കുന്നവരുണ്ട്. ഭാഷയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത് അവനവൻ്റെ വലിപ്പത്തെക്കുറിച്ച് അല്പം പോലും വലിയ രീതിയിൽ ചിന്തിക്കാതെ പരിഗണിക്കാതെ ആർക്കൊപ്പം ഏത് തലത്തിലുള്ളവരെ ആയിട്ടും വളരെ ഇഴുകിച്ചേർന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കാനുള്ള, പെരുമാറാനുള്ള, അവരുമായിട്ട് സൗഹൃദത്തിലാകാനുള്ള ഒരു വലിയ സിദ്ധിയാണത്. ഒരുപക്ഷെ അത് അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നേടിയെടുത്തതായിരിക്കാം. ഇപ്പോൾ രാധാകൃഷ്ണൻ മാഷ് പറഞ്ഞതുപോലെ ആ അധ്യാപകർ മനോഭാവത്തിൽ നിന്നുണ്ടായതായിരിക്കും. അതിന് പലപ്പോഴും അത് വിസ്മയിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇഴുകിച്ചേരാനുള്ള ഒരു പാഠം എന്ന് പറയുന്നത്. മാഷ പരിചയപ്പെട്ട് എത്ര കൊല്ലായി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കണക്കൊന്നും പറയാനില്ല. പക്ഷെ ഞങ്ങളൊക്കെ രൂപപ്പെടുത്തിയ ഒരു കാലമുണ്ട് സഭയുടെ, കത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ ഒരു കാലം. ആ കാലത്ത് ഏറ്റവും ഉദിച്ചു നിന്ന താരം എന്ന് പറയുന്നത് കുണ്ടൂളപിതാവായിരുന്നു. കുണ്ടൂളപിതാവിൻ്റെ ഉപരിയായിട്ട് അപ്പുറത്ത് ആഗോള സഭയിൽ അന്നൊരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടായിരുന്നു. അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ ഒരു മരം പെയ്ത്തായിരുന്നു. മഴ പെയ്ത്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു മരം പെയ്ത്തായിരുന്നു. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്നൊക്കെ ഇപ്പം പറഞ്ഞാൽ അതെന്താണ് എന്ന് ആൾക്കാർ ചോദിക്കും. ഇപ്പം നമ്മളിങ്ങനെ ഭക്തിയൊക്കെ വല്ലാണ്ട് വർദ്ധിച്ച് നമ്മൾ അതിൻ്റെ രോഗശാന്തിയും ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളർന്നു വന്നൊരു കാലത്ത് എന്ത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. പക്ഷെ അത് വലിയൊരു വിപ്ലവമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സഭയുടെ
എല്ലാ കാഴ്ചപ്പാടുകളെയും പൊളിച്ചെറിയുന്നു. അന്ന് വരെ നമ്മൾ സഭയുടെ ഉള്ളിൽ പറഞ്ഞു വെച്ചിരുന്നത് ഇതൊരു ഒരു മേൽത്തട്ട് കീഴ്ത്തട്ട് സംവിധാനം എന്നായിരുന്നു. അതായത് ഒരു ഗോപുരം പോലെ മാർപ്പാപ്പ ഏറ്റവും മുകളിൽ, സാമാന്യ ജനങ്ങളൊക്കെ താഴെത്തട്ടിൽ, അങ്ങനെ ഒരു ഗോപുരം പോലുള്ള സംവിധാനം. വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞാൽ അങ്ങനെയല്ല, ഇതൊരു ദൈവജനമാണ്. അപ്പൊ എല്ലാവരും മാർപ്പാപ്പയും ഞാനും നിങ്ങളൊക്കെ ഒരേപോലെ, സഭയിൽ ഒരേപോലെ, ഒരേ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ തുല്യമായിട്ടുള്ള പങ്കെടുക്കുന്ന പലരും പല കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു നമ്മുടെ സഭയുടെ എല്ലാ വാതിലുകളും തുറന്നിടുക. നിങ്ങൾ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വാഹനമായിട്ട് സഭയെ കാണരുത്. നിങ്ങളുടെ ദൗത്യം, സുവിശേഷം പറയുന്ന ദൗത്യം എന്ന് പറയുന്നത് ഈ അവരന്റെ കാവൽക്കാരനാകുക എന്നുള്ളതാണ്. ആദ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത്, നമ്മൾ ലോകത്തൊരു അനീതി നടന്നാൽ സഭ പ്രസംഗിക്കുന്നതും സ്വർഗരാജ്യം സൃഷ്ടിക്കപ്പെടണം എന്ന് പറയുന്നതും സ്നേഹാധിഷ്ഠിതമായ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്നാണ്. സ്നേഹം ഒരിക്കലും നീതിയില്ലാത്തിടത്തില്ല. അപ്പൊ നീതിയാണ് ആദ്യം നിങ്ങൾ തേടേണ്ടത് എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത്. അതിൻ്റെ കേരള സഭയിൽ മാത്രമല്ല, എനിക്ക് ലോകസഭയിൽ തന്നെ, ലോകത്തെ എല്ലാ സഭകളും എടുത്തു നോക്കിയാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ആവിഷ്കാരം കണ്ട ഒരു ഇടം എന്ന് പറയുന്നത് തൃശ്ശൂർ ഉപതിയായിരുന്നു. അത്ര വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാതിരുന്ന കുണ്ടുകുളം പിതാവിന്റെ നേതൃത്വത്തിലായിരുന്നു ആ കണ്ടെത്തലും അത് പ്രാവർത്തികമാക്കാനുള്ള കർമ്മ പദ്ധതികൾ ഇവിടെ രൂപപ്പെട്ടത്. അതിന് വേറൊരു നിമിത്തം ഉണ്ടായി. നമ്മുടെ കോളേജ് വിദ്യാഭ്യാസമാണ്. ആ കോളേജ് വിദ്യാഭ്യാസ സമയത്തിൽ രൂപപ്പെട്ട ഒരു നേതൃത്വമുണ്ട്. DC ഓഫീസ്, അതുപോലെ NFZ മാഷ്, MP മാഷ്, അങ്ങനെ ഒരു നേതൃത്വ വിഭാഗം അതിൽ രൂപപ്പെട്ടു. അപ്പൊ ആ കുണ്ടുകുളം പിതാവെന്ന് പറഞ്ഞത് സഭ എന്ന് പറയുന്നത് ഏതാനും വൈദികരും കന്യാസ്ത്രീകളല്ല. സഭ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വത്തിക്കാൻ കൗൺസിലിന്റെ ആവിഷ്കാരവും ദർശനവും അനുസരിച്ച് അവരോടൊപ്പം നിൽക്കാവുന്ന ആത്മായ നേതൃത്വം കൂടിയാണ്. സഭയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയേണ്ടത് അച്ഛനും കന്യാസ്ത്രീയും മാത്രമല്ല, ആത്മായ നേതൃത്വം വേണം, ആത്മായ സുഹൃത്തുക്കൾ വേണം. അപ്പൊ ഒരേ തുല്യമായിട്ടുള്ള ശബ്ദം, ആ ശബ്ദത്തിന് സഭയ്ക്കുള്ളിൽ അംഗീകാരം വേണം എന്ന് പറഞ്ഞ് അതിലൂടെ ഒരു നേതൃത്വം നിരയെ പിതാവ് വളരെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. പലരും വിമർശിച്ചു വന്നു, പലരും ഇതൊക്കെ ഉൾക്കൊള്ളാനും ദഹിക്കാനും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൂടെ ആവിഷ്കരിച്ച് യാഥാർത്ഥ്യമായി വന്നത് മികച്ച ഒരു അമ്മായ നേതൃത്വ നിരയായിരുന്നു. ആ നേതൃത്വ നിര ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ, നമ്മുടെ പ്രകാശ് പുത്തൂരച്ഛൻ പറഞ്ഞതുപോലെ, അന്ന് സഭ എന്ത് വെല്ലുവിളികളെ നേരിടുമ്പോൾ സഭകളിൽ നേരിടുക മാത്രമല്ല, ലോകത്തിൽ എവിടെ അനീതി സംഭവിച്ചാലും ആ അനീതിക്കെതിരെ തെരുവിൽ നിന്ന് യേശുവിന്റെ ശബ്ദം പ്രഘോഷിച്ചത് ലാസർ മാഷെ പോലുള്ള വ്യക്തികളായിരുന്നു. ഏത് അനീതിക്കെതിരെയും അവിടെ അന്നത്തെ ഏറ്റവും വലിയ സമീപനം എന്ന് പറയുന്നത്, ലോകത്തിൽ ഒരു അനീതി സംഭവിച്ചാൽ സൂര്യൻ അസ്തമിക്കും മുമ്പ് അതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ യേശുവിന്റെ രാജ്യത്തെ കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തെരുവോരങ്ങൾ തോറും സംസാരിച്ച പ്രമുഖരിൽ ഏറ്റവും പ്രമുഖനായ ആളായിരുന്നു ലാസർ മാഷ്. ഞങ്ങൾക്കത് എത്രയോ ഞാനിവിടെ എണ്ണി പറഞ്ഞാൽ സമയം പോകും. കത്തോലിക്കന്റെ പ്രശ്നം ഏറ്റെടുത്തിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ പ്രശ്നം ഏറ്റെടുത്തിട്ട് മാത്രമല്ല, കൊമ്പഴയിൽ സാധാരണ ജനങ്ങൾ കുടിവെള്ളം നിഷേധിക്കപ്പെട്ടു. അതുപോലെ TTC കുട്ടികൾ 2 കൊല്ലം പഠിച്ച കുട്ടികളോട് സർക്കാർ പറഞ്ഞു, സാങ്കേതികമായിട്ടൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളത്. KSUSFIയില് അവരെ പ്രശ്നം ഏറ്റെടുക്കാൻ ആരുമില്ല. ആ ഘട്ടത്തിൽ രാഷ്ട്രമാശക്തികളുടെ ഇടപെട്ടത് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയത്. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ എത്രയോ നീതി നിഷേധത്തിന്റെ രംഗങ്ങളിൽ ഇവരിടപെട്ട് ക്രിസ്തുവിന്റെ ശബ്ദം, നീതിയുടെ നടത്തിപ്പ് ഒക്കെ സാധിച്ചതിന്റെ വളരെ ആവേശജനകമായിട്ടുള്ള ഒരു ചരിത്രം, ഒരു കാലഘട്ടത്തിന്റെ പ്രതിജ്ഞാനമാണ് മാഷ്. ചെറിയ ഞങ്ങളൊക്കെ സഭയിൽ പ്രവർത്തിച്ച ആൾക്കാർ തന്നെ. പക്ഷെ ഏറ്റവും അധികം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ സഭയെ പ്രതിദാനം ചെയ്ത നമ്മുടെ രൂപതയിൽ ഇതുപോലൊരു നേതാവില്ല. ഔസഫ് നേതാവാണ് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ ലാസർ മാഷ് അതിന് ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് സെനറ്റിലേക്കൊക്കെ സാധാരണ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് പോകാതെ ഇരിങ്ങാലക്കുട തൃശ്ശൂർ ഉപതകളിൽ വൈദികരും സിസ്റ്റേഴ്സും കൂടി അത് പങ്കുവെച്ചെടുക്കും. പറഞ്ഞാൽ കുറ്റായിട്ട് പറയല്ല, സ്വാഭാവികമായിട്ട് അതാണ് നടന്നു വന്ന കീഴ്വഴക്കം. ഞങ്ങളാണ് പറഞ്ഞത് അത് പോരാ, സഭ
മതവിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറഞ്ഞ അച്ഛന്മാരുടെ കന്യാസ്ത്രീകളിൽ മാത്രം അവർക്ക് പതിച്ചെഴുതി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അതിനെതിരായിട്ടുള്ള വെല്ലുവിളിയൊക്കെ ഉയർന്നപ്പോൾ കോളേജ് സമരം ഉണ്ടായപ്പോൾ, ഈ നേരത്തെ പറഞ്ഞ 72 കോളേജ് സമരം ഉണ്ടായപ്പോൾ, അതിനു മുമ്പ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്ത് മുണ്ടശ്ശേരി മാഷ് ബില്ല് വന്നപ്പോൾ സമരം ഉണ്ടായപ്പോൾ അന്നൊക്കെ തെരുവിലിറങ്ങി സമരം ചെയ്തത്, ത്യാഗം സഹിച്ചത്, പോരാടിയത്, സർക്കാരിനെ കൊണ്ട് നിലപാടുകളിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അൽമായുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. അപ്പൊ അവർക്കൊരു പ്രാതിനിധ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ ആള് ദാസൻ മാഷാണ്. മാഷ അവിടെ വെറുതെ പോകാൻ മാത്രമല്ലായിരുന്നില്ല, ചിലർക്ക് അങ്ങനെ സ്ഥാനം കിട്ടി പോയാൽ പിന്നെ അവരവരുടെ സ്ഥാനമായിട്ട് മുന്നോട്ട് പോകും. മാഷല്ല, അവിടെ വളരെ നിർണായകമായിട്ടൊരു ബില്ല് ഒരു പ്രമേയം വന്നു. ആ പ്രമേയം എന്തായിരുന്നു വെച്ചാൽ ഈ സ്വകാര്യ കോളേജ് അധ്യാപക നിയമനം PSCക്ക് വിടണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമേയം വന്നു. അന്ന് LDFും UDFും ഒക്കെ അതിനനുഭവിച്ച് നിന്നു. അവിടെ ഉയർന്ന ഏക സ്വരം എന്ന് പറയുന്നത് ദാസൻ മാഷായിരുന്നു. ഒരു അച്ഛനും ഒരു കന്യാസ്ത്രീ എന്നോട് അതിനെതിരായിട്ട് സംസാരിച്ചില്ല, ആകെ സംസാരിച്ചു എന്ന് പറയുന്നത് ആ പ്രമേയത്തിനെതിരെ സംസാരിച്ചത്, അതിശക്തമായിട്ട് ബാധിച്ചത്, എതിർത്തത് ദാസൻ മാഷ ശബ്ദമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ഏൽപ്പിച്ച നിയോഗം, സഭ ഏൽപ്പിച്ച നിയോഗം, അതുപോലെ സമുദായം ഏൽപ്പിച്ച നിയോഗം ഏതവസ്ഥയിലാണെങ്കിലും അതിന് ആദ്യം മുഖം നോക്കാറില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാറില്ല. മാഷക്ക് രാഷ്ട്രീയമുള്ള വ്യക്തികളാണ്, പക്ഷെ ആ കാര്യങ്ങളൊന്നും അദ്ദേഹം ആ കാര്യങ്ങൾ നോക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സാധാരണ രീതിയിൽ സഭയുടെ രാജകുമാരൻ എന്ന് പറഞ്ഞ ഷെവലിയർ പോസ്റ്റൊക്കെ കൊടുത്തിരുന്നു. പിന്നെ CL ജോസിനും അവസരം മാഷക്കും കൊടുത്തതിന് ശേഷം സഭയിൽ ഒരു വീണ്ടും വിചാരം വന്നു. അത് മറ്റേ നമ്മുടെ ലത്തീൻ സഭയുടെ രീതിയിൽ നമുക്കത് വേണ്ട എന്ന് പറഞ്ഞ് സീറോ മലബാർ സഭയിലെ ഒരു പുതിയ സഭാതാരം എന്ന് പറഞ്ഞൊരു അവാർഡ്, ഒരു പുരസ്കാരം ഏർപ്പെടുത്തി. ആ സഭാതാരം പുരസ്കാരം നേടിയ എല്ലാവരോടും കൂടി ആ പുരസ്കാരം നേടിയത് ദാസൻ മാഷായിരുന്നു. അതിനെ തുടർന്ന് ഈ മാഷി ഈ പുരസ്കാരം കിട്ടിയപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ച് പറഞ്ഞു, ഇതത്ര ഞാൻ പറഞ്ഞത് മാഷ അത് വലിയ പുരസ്കാരമാണ്, ചെറിയ പുരസ്കാരമല്ല. ഫാദർ ജോസഫ് വടക്കനെ പോലെ ഒരാൾക്ക് കൊടുത്ത ഒരു പുരസ്കാരമാണത്. ഞാൻ പറഞ്ഞ ചെറിയ പുരസ്കാരമല്ല, ഇത് കൊടുത്തവരെ പട്ടിയൊക്കെ ഞാൻ മാഷ കേട്ടിട്ടുണ്ട്. വലിയ അംഗീകാരമാണ്, ഒരു തർക്കം വേണ്ട. അംഗീകാരം എന്ന് മാത്രമല്ല, ആർക്കും വലിയ അംഗീകാരമാണ്. മാഷ സഭയുടെ ഏത് രംഗങ്ങളിൽ പോയാലും സഭയ്ക്ക് വേണ്ടി ഒരു സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളതല്ല, ആ സ്ഥാനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ നിയോഗം സമർപ്പിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നതിനോട് 100% വിശ്വസ്തത പുലർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വ ഗുണം എന്ന് ഞാൻ വളരെ അടുക്കുന്നു. ഞങ്ങളൊക്കെ പലപ്പോഴും ആശയപരമായിട്ട് ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകാറുണ്ട് പല സന്ദർഭങ്ങളിലും. പക്ഷെ ആ ആശയപരമായ ഏറ്റുമുട്ടലിലൂടെ ആർജിക്കുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ എങ്ങനെ സഭയുടെയും സമുദായത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം എന്ന് ജീവിതത്തിൽ പറ്റി. അത് മാത്രമല്ലല്ലോ, ഒരു ജനപ്രതിനിധിയായിരുന്നു, ഇവിടെ കോർപ്പറേഷൻ നഗരസഭ കൗൺസിലറായിരുന്നു. മാഷ 5 കൊല്ലത്തെ മാഷ പ്രവർത്തനം വിലയിരുത്തി എല്ലാവരും പഠിക്കുകയും നമ്മളൊക്കെ വലിയ ജനാധിപത്യത്തെ കുറിച്ച് പറയും. മാഷൊന്ന് മത്സരിക്കാൻ നിന്നപ്പോൾ ഏറ്റവും വലിയ തർക്കം ഞങ്ങളുടെ ആണെങ്കിൽ ഒരു സംസാരമുണ്ട്. ആ മത്സരത്തിന്റെ ധാർമ്മികതയെ കുറിച്ചായിരുന്നു. കാരണം പ്രതിയോഗി മറ്റേ സൈമൺ മാഷായിരുന്നു, ഇലക്ഷനിൽ അന്ന് സൈമൺ മാഷായിരുന്നു. അപ്പൊ ഈ സഭയായിട്ട് ബന്ധപ്പെട്ടാൽ അവിടെയൊക്കെ സംസാരിക്കുക അതൊരു ശരിയാണോ? ഒരു ജ്യേഷ്ഠനോട് ഒരു പ്രശ്നമില്ല. എനിക്ക് ഏറ്റവും വലിയ അതിൽ കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇതുപോലെ ഞാൻ 3-4 തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചാണ്. പക്ഷെ എനിക്ക് തെരഞ്ഞെടുപ്പ് എനിക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരോട് അങ്ങനെ പൂർണ്ണമായിട്ടൊരു സന്തോഷം പിന്നീട് തോന്നിയിട്ടില്ല. അത് നമ്മുടെ ഒരു പരിമിതിയാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള മത്സരം, രാഷ്ട്ര വിജയം, അതിനുശേഷം ഈ കുടുംബത്തെ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ പറയാം. അതിൻ്റെതായ ഒരു നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടായില്ല. നമ്മുടെ ജനാധിപത്യമൊക്കെ പറയും. പക്ഷെ അത് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ, എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ കുടുംബത്തിന് ഏറ്റവും വലിയ ഞാൻ ഒരു ബന്ധുത്വം കൂടിയുള്ളതുകൊണ്ട് പറയാം. ഞാൻ വളരെ ചെറുപ്പം തൊട്ട് നിരീക്ഷിച്ചുള്ള ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറയുന്നത് ഈ സഹോദര സ്നേഹമാണ്. വളരെ മറ്റ് അധികം കുടുംബങ്ങളിൽ ഇപ്പം തീരെ അന്യം നിന്ന് പോകുന്ന, വറ്റിപ്പോകുന്ന ഒരനുഭവം എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു സഹോദര ബന്ധം, അവർ ആ സാഹോദര്യത്തിന് വലിയ ഇടയെടുപ്പും. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇവരുടെ ബന്ധം എന്ന് പറയുന്നത് എൻ്റെ ഇളയമ്മ ഇവരുടെ അമ്മയുടെ സഹോദരി എന്ന് പറഞ്ഞാൽ 50%
50% എന്തായാലും ആ അമ്മ വഴിക്ക് കിട്ടിയതാണ്. 50% അല്ല 51% ഇട്ടുകുമാരുടെ കുടുംബത്തിൽ നിന്ന്, പുത്തൂർ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് യാതൊരു തർക്കമില്ല. ആ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് സാഹോദര്യത്തിൽ നിന്ന് ഒരു മണ്ണിലും നല്ല രീതിയിൽ ആ ബന്ധമൊക്കെ അതിനേക്കാൾ ഒന്നും കൂടി ഒന്നൊന്നും ചില സാധനങ്ങളുണ്ട് നമ്മളൊന്നും ഇളക്കി പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത്, അതുപോലെ അങ്ങനെ അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. നല്ല മാതൃകാപരമായിട്ടുള്ള നമ്മൾ നേതൃത്വത്തിലുള്ള പലരുടെയും വ്യക്തിജീവിതം കുടുംബജീവിതമൊക്കെ എടുത്താലും വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ രാഷ്ട്ര ആയാലും സംഘഭാഷ ആയാലും ഉള്ള വ്യക്തിത്വം എന്ന് പറയുന്നത്, അവരുടെ വ്യക്തിജീവിതത്തിൻ്റെ തിളക്കങ്ങൾ എന്ന് പറയുന്നത് അഭിമാനത്തോടുകൂടി ഇത് സഭയുടെ പ്രതിദാനമാണ് എന്ന് പറയാനുള്ള ഒരു 3 തവണ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി കാര്യം പറഞ്ഞു. ആ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആകുന്ന കാലത്ത്, മാഷാകുന്ന കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വേണ്ടപ്പെട്ട ചിലർക്കും കൂടി സ്ഥിരം പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി നിശ്ചയിക്കും. അങ്ങനെയായിരുന്നു. ഞങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, മുന്നോട്ട് പ്രധാനമാണ് പരിപാടി ശരിയാവില്ല എന്ന് പറഞ്ഞു ഞങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ അതൊരു പ്രാതിനിധ്യത്തിന്റെ പ്രശ്നമുണ്ട്, ജനാധിപത്യത്തിന്റെ പ്രശ്നമുണ്ട്. പിന്നീട് വന്ന് ചില പിതാക്കന്മാരൊക്കെ പറഞ്ഞ് സഭയിലെ ജനാധിപത്യം അന്വേഷിക്കേണ്ടത്, സഭയിലല്ല ലോകത്തിലെ എവിടെയും ജനാധിപത്യം അന്വേഷിക്കണം. കാരണം എന്താ, അത് മനുഷ്യനെ പരിഗണിക്കുന്നതിന്റെ പ്രശ്നമാണത്. നിങ്ങൾ തുല്യരാണ് എന്ന് വായുകൊണ്ട് പറഞ്ഞാൽ ഇടകോട്ടിൽ വരണ്ടേ. അങ്ങനെയാണ് ഇലക്ഷനിലാണ് സഭയുടെ ഔദ്യോഗിക പ്രതിനിധി ആയിട്ട് മത്സരിക്കാൻ വന്ന ആളെ ഞങ്ങൾ പതിപ്പൊന്ന് നീക്കി രാസൻ ഭാഷ സെക്രട്ടറി ആവുന്നത്. പിന്നെ ഒരു ഇടകാലത്തിന് ശേഷം 2 തവണ 3 തവണയൊക്കെ പാസ്പോർട്ട് സെക്രട്ടറി ആയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാഷ് ഒരുപാട് പാസ്പോർട്ട് സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും സഭയുടെ നാൾവഴികളിൽ നമ്മൾ ഓർത്തു വെക്കാറില്ല. ഓർക്കാൻ അവരൊന്നും അങ്ങനെ ത്യാഗസന്തുഷ്ടമായിട്ട് ചെയ്തിട്ടുമില്ല. അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മാഷ്. ഞാൻ ദീർഘമായിട്ട് ഇനി സംസാരിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഓർമ്മകളുടെ ഒരു കാര്യം കൂടി പറയട്ടെ. മാഷ് എനിക്ക് തോന്നുന്നു സർക്കാർ എരുമപ്പെട്ടി സ്കൂളിൽ, അതുപോലെ ചാലിശ്ശേരി സ്കൂളിലൊക്കെ ജോലി ചെയ്തൊരു കാലമുണ്ട്. അന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ പരിശീലനം എന്ന് പറഞ്ഞാൽ സ്ഥിരം ദിവസങ്ങളിൽ മെഡോണ സഖ്യവരെ ക്ലാസ്സുകളാണ്. എങ്ങനെയാണ്, എന്താണ് സഭ, എന്താണ് ആത്മായ നേതൃത്വം, എന്താണ് കാത്തലിക് യൂണിയൻ, എന്താണ് ദേശീയം, എന്താണ് സാമൂഹ്യ നീതി എന്നുള്ള ക്ലാസ്സുകളാണ്. അങ്ങനെ അടിയുറച്ച് കൊണ്ടുവരുന്ന നേതൃത്വം തന്നെയാണ്. മാഷ് ക്ലാസ് കഴിഞ്ഞിട്ട്, അതായത് സ്കൂളിലത്തെ ജോലി കഴിഞ്ഞിട്ട് അവിടെ എത്തും. അവിടുന്ന് രാത്രി അപ്പോൾ ഗുരുവായൂർക്ക് ബസ്സില്ല, അപ്പോൾ വണ്ടി സൈക്കിള് ചൂണ്ടലിൽ കൊണ്ടുവയ്ക്കും. അവിടുന്ന് കാശിൻ്റെ പ്രയോജനമില്ലാത്തതാണ് സഭയുടെ അന്മായ പ്രവർത്തനം എന്നുള്ളത് അതുകൊണ്ട് അടുത്തവർക്കൊക്കെ അറിയാം. അങ്ങനെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഈ സ്കൂളിൻ്റെ ജോലികളുടെ പുറമെ അധിക ജോലിയായിട്ട് ഏറ്റെടുത്തിട്ട് ആ സഭയോടുള്ള ആ വിശ്വസ്തയും ആ ആത്മാർത്ഥതയും അന്ന് വിഭാവനം ചെയ്ത സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സ്നേഹലോകത്തിൻ്റെ സൃഷ്ടിയും അതിനുവേണ്ടിയുള്ള ഒരു വലിയ പോരാളി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ 5000 മാസത്തിൽ അർഹിക്കുന്നതാണ്. അടിവരയിട്ട് പറയേണ്ടതാണ്, തീർച്ചയായിട്ടും അർഹിക്കുന്നതാണ്. വർക്കനസിനെ പോലുള്ളവർക്ക് ലഭിച്ച ഈ ഒരു പുരസ്കാരം മാഷിന്റെ വ്യക്തിത്വത്തിൽ പ്രത്യേകിച്ച് അതൊരു അമിത അലങ്കാരമല്ല, അത് സ്വാഭാവികമായിട്ട് വന്നു ചേരേണ്ട ഒരു തിളക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ തെരുവ് ഞങ്ങൾക്ക് ഇവിടെ പ്രസംഗത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ, അത് എത്ര ആൾ കേൾക്കുന്നു എന്നുള്ളതല്ല, അത് എത്ര ആള് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതല്ല, അതിൽ തളച്ചു നിന്ന് ആത്മാർത്ഥതയാണ്. മറ്റേ ഇറാഖില് സദാം ഹുസൈൻ്റെ യുദ്ധമുണ്ടായ സദാം ഹുസൈൻ ഇറാഖിനെ ആക്രമിച്ച സമയത്ത് തൃശ്ശൂർ അതിരൂപതയിൽ കുറെ ചെറുപ്പക്കാർ തെരുവിൽ മുദ്രാവാക്യം വിളിച്ച് എന്തുണ്ടാകും എന്നുള്ളത് വേറൊരു ചോദ്യമായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ ക്രൂരമായ നരഹത്യ അവിടെ നടന്നപ്പോൾ, പശ്ചിമേഷ്യയിൽ നടന്നപ്പോൾ എല്ലാവരും നിശബ്ദരായിരുന്നു. ആരെയും നാവുയർന്നില്ല, ആരെയും ശബ്ദമുയർന്നില്ല. അതിനേക്കാൾ ചെറിയ ഒരു അനീതി, ഒരു അതിക്രമം അന്ന് ഇറാഖിൽ സദാം ഹുസൈൻ്റെ മുഷ്ടിൽ നടന്നപ്പോൾ അന്ന് ഈ തിരുവോരങ്ങളിലൊക്കെ ക്രൈസ്തവ യുവജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചും അവരുടെ വികാരം പ്രകടിപ്പിച്ചത് നീതിക്ക് വേണ്ടിയുള്ള അനീതിക്കെതിരെയുള്ള ആ ഗർജനങ്ങളുടെ അവരുള്ളിലുള്ള ആ കടലിടമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മൂലസ്ഥാനത്ത് നിൽക്കുന്ന രാസമാഷ രാഷ്ട്രീയത്തിലായാലും ഏത് തലത്തിലായാലും നേരത്തെ പറഞ്ഞതുപോലെ മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സ്നേഹാധിഷ്ഠിതമായ, രീതിയിൽ അധിഷ്ഠിതമായ ഒരു ലോക സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടി അവനവൻ്റെ സ്വത്തും അവനവൻ്റെ സമ്പാദ്യവും അവനവൻ്റെ അധ്വാനവും സമയവും ഒക്കെ അർപ്പിച്ച വ്യത്യസ്തനായിട്ടുള്ള ആത്മായ നേതാവ്
നല്ല സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധിയിലുള്ള ഈ പുരസ്കാരലബ്ധിയിലുള്ള അഗൈതവുമായിട്ടുള്ള എൻ്റെ സന്തോഷം, എൻ്റെ മാത്രമല്ല നിങ്ങളൊക്കെ ആ സന്തോഷത്തിൽ പങ്കുചേരും എന്ന് ഞാൻ കരുതുന്നു. അതുകൂടി ഇവിടെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ചിന്നച്ചേട്ടനെ വിളിക്കുക. അപ്പോൾ ഞങ്ങളെ ആദ്യം പരിചയപ്പെടുത്താം. ഞങ്ങളുടെ സൈമൻ മാഷ്ടി, ലാസൻ മാഷ്ടി അമ്മയുടെ സഹോദരിമാരുടെ മക്കളാണ്. ഞങ്ങൾ സൈമൻ പുതിയ പുസ്തകം രചിച്ച സൈമൻ മാഷേനെ ഞങ്ങൾക്ക് ആദരിക്കാനും അതുപോലെ പുരസ്കാരം ലഭിച്ച നമ്മുടെ ലാസൻ മാഷേനെ ഞങ്ങൾ അഭിനന്ദിക്കാനും ആദരിക്കാനുമാണ് ഞങ്ങൾ ഈ പൊന്നാട അണിയിക്കലും ചെറുതായിട്ട് ഞങ്ങളൊരു പാരിതോഷികം കൂടി ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവരെ ഈ അവാർഡ് കിട്ടിയതിന്, ഈ പുരസ്കാരം കിട്ടിയതിന് ലാസൻ മാഷിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അത്യധികം ഞങ്ങൾ സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു പുസ്തകം രചിക്കാൻ സൈമൻ മാഷിക്ക് സാധിച്ചതിന് അതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതിനെ അഭിനന്ദിക്കാനും ഞങ്ങളെ ആദരിക്കാനും കൂടിയാണ് ഞങ്ങളിവിടെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഒരുപക്ഷെ ഞങ്ങൾ കൂടെ പഠിച്ചവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ലാസറും ആൻഡും വത്സനുമൊക്കെ. ഞാൻ ആദ്യമായിട്ട് സാധാരണ ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 54 വർഷങ്ങൾക്ക് മുൻപ് അന്ന് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ വീട്ടിൽ നിന്നും പുറപ്പെട്ടാൽ സ്കൂൾ വിട്ടാൽ വീട്, മറ്റൊരു ലോകമില്ല. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഒരു വസതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പുത്തൂർ വീട്ടിൽ പുത്തൂർ ഭാഷയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഒരു വീട് മറ്റൊരു വീട്ടിൽ പോയിട്ട് ഞാൻ കാണുന്നു. ഞങ്ങൾ 8, 9, 10 ഒരുമിച്ചിരുന്ന് എൻ്റെ തൊട്ടടുത്ത ഏറ്റവും മുൻ സീറ്റിലിരുന്ന് ലാസറും ഞാനും വത്സനും മുൻ സീറ്റിലും ഏറ്റവും ബാക്ക് സീറ്റിലാണ് ആൻഡ് ഇരിക്കുക. അങ്ങനെ പഠിച്ച് പോന്നിട്ടുള്ളവരെ എനിക്ക് വേറെ ഒരു വീട്ടിൽ പോകാൻ സത്യമായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളത്. ഞാൻ ആകെ പോയിട്ടുള്ളത് ഭാഷയിലാണ്. ആ വീട്ടിൽ ലാസർ അന്വേഷിച്ചു. അത്ര ലാളിത്യത്തിൻ്റെയും വളരെ സുതാര്യതയും ലാസർ. ആ ലാസർ എന്നോട് ആരംഭിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സോട് സന്തോഷിക്കുന്നത് അത് ആരാണ് ആദരിച്ചത് എന്ന് കൂടെ നോക്കണം. മറ്റുള്ള ചില പ്രവർത്തിക്കാരെ വെച്ചിരുന്നു ആ ചടങ്ങിന് വേറൊരു ആൾക്കാരെയാണ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും ആ ചടങ്ങ് നിർവഹിച്ചത് ഞങ്ങളെയെല്ലാം പ്രിയപ്പെട്ട ഗുരുശ്രേഷ്ഠനായ രാധാകൃഷ്ണൻ മാഷാണ്. അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച പുസ്തകം ചെയ്തു. ആ നിമിഷമുണ്ടല്ലോ, അതെൻ്റെ നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിമിഷം. ഒരുപക്ഷെ ലാസർ മാഷയുടെ ജീവിതത്തിലുണ്ട് അമൂല്യമായ നിമിഷമായിരിക്കും. ലാസർ മാഷ എന്ന് ഞാൻ വിളിക്കും. ലാസർ എൻ്റെ കൂടെ നിന്ന് പഠിച്ചുള്ള ലാസർ ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഈ നിമിഷമാവും ഓർക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഗുരുശ്രേഷ്ഠ വളരെ ഗുരുവായൂരിൻ്റെ ഗുരുനാഥനായ രാധാകൃഷ്ണ മാഷ അദ്ദേഹം പൊന്നാട അണിയിച്ച് ആ ഫലങ്ങൾ നൽകുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ അതിൻ്റെതായ പ്രത്യേകത മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ ഞങ്ങൾക്കറിയാം, ഏറ്റവും അറിയാം, വത്സനറിയാം, ലാസർക്കറിയാം അതിൻ്റെ മഹത്വം. എന്തായാലും ഞാൻ നിരൂപിച്ച് എന്നോട് പറഞ്ഞിട്ട് ലാസർമാഷക്കുള്ളിൽ കൂടുതൽ പറയരുത് എന്നുള്ളത്. ഞങ്ങളൊക്കെ 2 വാക്ക് സംസാരിക്കാൻ പഠിപ്പിച്ചതും ഞങ്ങളൊക്കെ 2 അക്ഷരം പഠിപ്പിച്ച് എഴുതാൻ പഠിപ്പിച്ചതും ഒക്കെ രാധാകൃഷ്ണ മാഷാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രത്യേകത. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ സാംസ്കാരിക പ്രവർത്തനം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് സൈമൻ മാഷ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഗുരുവായൂരിലേക്ക് റെയിൽവേ വേണം എന്ന ആ ശബ്ദം ഉയർത്തിയവരിൽ ആദ്യത്തെ വ്യക്തിയാണ് സൈമൻ മാഷ്. നിങ്ങൾക്കറിയോ? നായരസേവാ സമിതി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഗുരുവായൂരുണ്ടായിരുന്നു. അതിന് അമരക്കാരൻ CG നായരായിരുന്നു. ആ CG നായരോടൊപ്പം സെക്രട്ടറി സൈമൻ മാഷായിരുന്നു.
നിവേദനം കൊടുക്കാൻ പോയതിലെ മാഷുണ്ട്, മാഷായിട്ട് സെക്രട്ടറിയായിട്ട് നിവേദനം തയ്യാറാക്കിയതൊക്കെ. ഇന്ന് ഗുരുവായൂരിൽ അത് പറന്നു വന്നിട്ട് വലിയ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വടക്കോട്ട് വേണമെന്നുള്ള മറുപടിയായി തുടങ്ങി, ഇല്ലേ? മേൽപ്പാലം നിർമ്മിച്ചു. പക്ഷെ അതിന് കാരണഭൂതന്മാരിൽ ഒന്ന് ഗുരുവായൂരിലേക്കായിരുന്നത് സൈമൺ മാഷ. എനിക്കറിയാം. കാരണം എന്താ അറിയോ, അന്ന് ഞാൻ കുറച്ച് വളരെ ചെറുപ്പമായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇവരെ കൂടെയൊക്കെ സി ജി നായരും കൂടി സൈമൺ മാഷോട് കൂടെ പോയി. പക്ഷെ സൈമൺ മാഷക്ക് ഒരു സ്വപ്നമുണ്ടായില്ല, സി ജി നായർക്ക് സ്വപ്നമുണ്ടായിരുന്നു. എന്താ അറിയോ, ഗുരുവായൂർക്ക് റെയിൽവേ വേണമെന്ന തീരദേശത്ത് കൂടെ വേണം എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അങ്ങനെ കെ കരുണാകരൻ അദ്ദേഹം ആ തീരദേശ റെയിൽവേക്ക് വേണ്ടി കെ കരുണാകരനെ പോയി കണ്ട് സംസാരിക്കുമ്പോൾ, കരുണാകരനാണല്ലോ ഗുരുവായൂർക്ക് റെയിൽവേകളായിട്ട് കൂടുതൽ താല്പര്യപ്പെടുത്തുന്നത്. കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് സി ജി നായർ എന്താ പറഞ്ഞു അറിയൂ, കരുണാകരൻ ലീഡറോട്, ഈ റെയിൽവേ അല്ല വേണ്ട, തീരദേശ റെയിൽവേ വേണം. ഉടൻ തന്നെ ലീഡർ പറഞ്ഞൊരു വാക്ക് ഞങ്ങൾ സാക്ഷിയാണ്. എന്റെ സി ജിയെ ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂരിലേക്ക് ഒരു റെയിൽവേ വരട്ടെ എന്ന് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ഞങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ തറച്ചതാ. അങ്ങനെയാണ് ഗുരുവായൂരിലേക്ക് ആദ്യം റെയിൽവേ വരുന്നത്. അതിന്റെ ഒട്ടേറെ പ്രവർത്തികൾ സി ജി നായർ അവസാനം തിരുവനന്തപുരത്തേക്ക് പോയ ടീമിലുണ്ട് ഞങ്ങള്. ഞാനും സൈമൺ മാഷൊക്കെ തിരുവനന്തപുരത്ത് പോയി നിവേദനം കൊടുക്കാൻ പോയതാ റെയിൽവേ ജനറൽ മാനേജർക്ക്. അവർ ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു പടിഞ്ഞാറനടയിൽ, ടിക്കറ്റ് മാത്രം കൊടുത്തിരുന്നു. അത് പോരാ, ഗുരുവായൂർക്ക് റെയിൽവേ സ്റ്റേഷൻ വേണമെന്ന് അവിടെ പോയി നിവേദനം, തിരുവനന്തപുരത്ത് പോയി നിവേദനം കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒറ്റ പ്രവർത്തനം നടത്തി. ഒരു പക്ഷേ അത് നിങ്ങളൊക്കെ വിസ്മരിച്ച് ആരും അറിഞ്ഞിരിക്കില്ല. എനിക്കറിയാം, കാരണം എന്താ അറിയോ, കൂടെ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നല്ലേ. ആ മാഷ് എക്സിന്റെ ഒരു പ്രവർത്തനം അദ്ദേഹം പുസ്തകം രണ്ടാം പുസ്തകം നടക്കിയല്ലോ. ഒരു പക്ഷേ അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനായി പോകുന്ന വ്യക്തി. എനിക്ക് തോന്നുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിന് വേണ്ടതല്ല, രാഷ്ട്രീയത്തിനുപരി ആയിട്ട് ആധ്യാത്മിക ആചാര്യനായി പോകുന്ന വ്യക്തിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യൂട്യൂബില് വാട്സപ്പില് അദ്ദേഹം ഡെയിലി അദ്ദേഹത്തിന്റെ സന്ദേശം വരും. ഞാൻ അതിന് പറയാം അമരവാണിയിലാണ് പറയാൻ. ഞാൻ അമരത്വമുണ്ട് ആ വാക്കുകൾ. സ്നേഹമാണ് അതിലെ ഏറ്റവും ഊന്നിക്കൊണ്ട് അദ്ദേഹം പറയുന്ന വാക്ക്. സ്നേഹത്തിന്റെ അടിത്തറയിട്ട് വരയിട്ട് പറയുന്ന ഒരു സ്നേഹം മാത്രമേ ഈ ജീവിതത്തിലെ ഏറ്റവും നന്മയാവൂ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾ കൊണ്ടിരുന്നു. ദിവസവും അദ്ദേഹത്തിന്റെ വാട്സപ്പിലിടും. എത്ര മനോഹരമായ വാക്കുകൾ. ഞാനത് അദ്ദേഹത്തിന് പറഞ്ഞത് അമരവാണി എന്നാണ് ഞാൻ പറഞ്ഞത്. അമരത്വമുണ്ട് ആ വാക്കുകൾ. അപ്പോ സൈമൺ മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് പുസ്തകത്തിന് രണ്ടാം ഭാഗം ഇറക്കിയപ്പോൾ ഞാനത് വായിച്ചു നോക്കിയിട്ടില്ല എന്താണെന്ന്. കാരണം ഞാൻ ഇപ്പോഴാണ് എനിക്ക് പുസ്തകം കിട്ടിയത്. എന്തായാലും ഒരു കാര്യം വ്യക്തത, അതിന് സ്നേഹത്തിന്റെ ഭാഷ മാത്രമേ അതിലുണ്ടാകൂ, സംശയമൊന്നുമില്ല. സ്നേഹത്തിന്റെ ഭാഷ മാത്രമേ അതിലുണ്ടാകൂ. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗുരുവായൂരിലെ ഏറ്റവും കൂടുതൽ അറിഞ്ഞ ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ സൈമൺ മാഷെ അങ്ങേരെ ഈ രണ്ടാമത്തെ പുസ്തകം ഇറക്കിയല്ലോ, അങ്ങേരെ നമിക്കട്ടെ. വേദിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അത്ര ഈ ചെറിയ അവസാനം എല്ലാവരും പോയപ്പോൾ ഈ മനോഹരമായ സദസ്സുണ്ടല്ലോ, ഇതിൽ അധ്യക്ഷമായി നമ്മളുടെ അതേമാതിരി ഈ രീതിയിൽ ഞാൻ എന്ന് 40 വർഷങ്ങൾക്ക് മുമ്പ് പത്രപ്രവർത്തനം തുടങ്ങുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ആദരിച്ച ഒരു വ്യക്തി ഇവിടെയുണ്ട്, ഡേവിസ് കണ്ണനായ്ക്കൽ. അതേ വേദിയിലിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷയും വാർത്തയും ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഞാൻ ഈ 41 വർഷമായിട്ട് മാതൃഭൂമിയുടെ ലേഖകനായിട്ട് ഗുരുവായൂർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രചോദനങ്ങളിൽ ഒന്ന് ഡേവിസ് കണ്ണനായ്ക്കൽ, സംശയമൊന്നും വേണ്ട. എന്തായാലും അത്തരത്തിലുള്ള മഹനീയമായ സദസ്സിൽ 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന ഇതിന്റെ ട്രസ്റ്റ് ഭാരവാഹികളെ പ്രത്യേകമായ നന്ദിയുണ്ട്. പിന്നെ ഏൻഡോ ഇരിക്കുന്നുണ്ട്. 2 പേര് മാത്രമല്ല, 3 പേരിലൂടെ ഏൻഡോ ഞങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏൻഡോ ഒക്കെ ഞങ്ങൾ കൂടെ പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ ബാക്കിലിരിക്കുന്ന ചില വില്ലന്മാരിൽ ചില വില്ലനാണ്. അദ്ദേഹത്തിന്റെ ടീമുണ്ട്, വിജയൻ, സി വിജയൻ, അപ്പുകുട്ടൻ, രാമേന്ദ്രൻ നമ്പീശൻ, അങ്ങനെ കുറെ ഇളയത് പിതൃതർപ്പണ ആചാര്യണ്ടല്ലോ, രാമകൃഷ്ണൻ, അതൊക്കെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ചില ടീമുകളാണ്. ഞങ്ങളെ കളിയാക്കാനും ഞങ്ങളെ ഇടയ്ക്കൊന്ന് പ്രകോപിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് അതിൻ്റെ ഒക്കെ. ഒന്നും മറക്കില്ല, ജീവിതത്തിൽ മറക്കില്ല അവരെ. പക്ഷെ ഓരോരുത്തരും
അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെ ഗുരുനാഥനുണ്ടല്ലോ, ഞങ്ങളെ ഗുരുനാഥൻ നയിച്ചത് നന്മയുടെ പാതയിലൂടെ, ധാർമ്മികതയുടെ പാതയിലൂടെ ആണ് ഞങ്ങൾ മുന്നോട്ട് നയിച്ചത്. സ്വഭാവ ശുദ്ധിയായിരുന്നു. സ്വഭാവം ഏറ്റവും നല്ല വ്യക്തികളായി ഈ സമൂഹത്തിന് സംഭാവന നൽകുന്ന വിധത്തിലുള്ള ഞങ്ങൾ പരിശീലനമായിരുന്നു ഞങ്ങളെ ഗുരുശ്രേഷ്ഠത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഒരാളും വഴിതെറ്റിപ്പോയി കാണുന്നു. ലാസറായാലും ആൻഡോ ആയാലും വത്സനായാലും രാമചന്ദ്രൻ ഞങ്ങളെ കൂടെ പഠിച്ചിട്ടുള്ള ഒരാളും വഴിതെറ്റി പോകാനിടയില്ല എന്നുള്ളത് സംശയം. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഗുരുവായൂരിൻ്റെ മണ്ണാണ്, നാരായണത്തിൻ്റെ മണ്ണാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഏറ്റവും പ്രസിദ്ധമായ ഇത് ലക്ഷോപലക്ഷം ജനങ്ങൾ ഉരുവിടുന്ന നാരായണി പിറന്നു വീണ ഭൂമിയായി. ആ നാരായണത്തിൽ അവസാനത്തെ വരി പറയുന്നുണ്ട്. എന്താണെന്ന് അറിയോ? ആയുരാരോഗ്യ സൗഖ്യം. ഈ ആയുരാരോഗ്യ സൗഖ്യം എൻ്റെ ട്രസ്റ്റ് അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് ഗുരുവായൂർ പ്രദാനം ചെയ്യട്ടെ, ദൈവം ഈശ്വരൻ നിങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ പ്രകാശിപ്പിച്ച വേദിയിലെ നമ്മുടെ താരങ്ങളായിട്ടുള്ള സൗമ്യമാഷ്, രാസമാഷ്, ശ്രീ കണ്ണനായ്ക്കൻ, KP ബഷീർ, ജോസ് മാസ്റ്റർ, മറ്റ് വേദിയിലെ സദസ്സിലെ വിശിഷ്ട വ്യക്തികൾ. നേരത്തെ സൈമമാഷ ജനുവായിട്ട് സൈമമാഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞതൊന്ന് കൂട്ടിച്ചേർത്ത് പറയണം എന്ന് തോന്നി. നമ്മൾ പലപ്പോഴും ഗുരുവായൂരിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വേദികളിൽ ഒന്നാണ് സൈമമാസ്റ്ററിൻ്റെ. പക്ഷെ നിർഭാഗ്യവശാൽ ആ രീതിയിലുള്ള ചർച്ച അപ്പോൾ ജനുവായിട്ടത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളത് അറിയില്ലായിരുന്നു. ആ റെയിൽവേക്ക് വേണ്ടിയിട്ട് CG നായരും സൈമമാഷൊക്കെ വഹിച്ചിട്ടുള്ളൊരു വലിയ പങ്ക് ഞാൻ നേരത്തെ ജനുവേട്ടൻ പറഞ്ഞപ്പോൾ ഒരു പഴയ ഒരു സംഗതി എടുത്ത് നോക്കുകയായിരുന്നു. അപ്പോൾ അതിൽ 70കളിലാണ് ഈ ആവശ്യം വരുന്നത്. ഈ ഗുരുവായൂർക്ക് നമുക്കിവിടെ ഗുരുവായൂരിന് വേണ്ടിയിട്ട് കുറച്ച് ബർത്തുകൾ റിസർവ് ചെയ്യാനുള്ള സൗകര്യം ഗുരുവായൂരിനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചേർന്ന CG നായരും PC കുട്ടികൃഷ്ണനും കുട്ടാപ്പ മാഷും സൈമം മാഷും ഒക്കെയുള്ള യോഗത്തിൽ വെച്ച് ഒരു ചർച്ച വന്നു. ഈ ബർത്തുകളുടെ എണ്ണം കൂട്ടണം. ഗുരുവായൂരിലേക്കുള്ള ബർത്ത് ബുക്ക് ചെയ്യാവുന്ന ബർത്തുകൾ, നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യാവുന്ന ബർത്തുകളുടെ എണ്ണം കൂട്ടണം എന്നൊരു ചർച്ച വന്നപ്പോൾ ആ യോഗത്തിൽ സൈമം മാഷാണ് ചോദിക്കുന്നത്, നമുക്ക് എന്തുകൊണ്ട് ഈ ബർത്ത് കൂട്ടണമെന്നല്ല, എന്തുകൊണ്ട് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വേണം എന്ന രീതിയിലേക്ക് നമ്മൾ ഒരു കാൽവെപ്പ് മുന്നോട്ട് വേണ്ടേ. 70കളുടെ മധ്യത്തിൽ 75-ന് മുൻപാണ് ഇങ്ങനെ ചർച്ച നടക്കുന്നത്. അപ്പോൾ ആ യോഗത്തിൻ്റെ ഒരു പത്രക്കുറിപ്പ് ഇവർ അന്നത്തെ പത്രങ്ങൾക്ക് കൊടുത്തു. അന്ന് വന്ന പത്രവാർത്തയുടെ തലക്കെട്ട് ഒരു പക്ഷെ നടക്കാത്ത ഒരു കാര്യത്തിൻ്റെ തലക്കെട്ട് പോലെയായിരുന്നു. സൈമമാഷന്റെ പങ്കുവയ്ക്കേണ്ടത് പങ്കുവച്ചിട്ടുള്ള കാര്യമാണ് അത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വേണമെന്ന്, ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വേണമെന്നല്ല, ആരോ ചിലർ പറയുന്നു ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ വേണമെന്ന്. എന്തായാലും ഈ യോഗത്തിലാണ് ഈ ഒരു ചർച്ച വരുന്നത്. ഗുരുവായൂരിലൊരു സ്റ്റേഷൻ വേണമെന്നുള്ള ചർച്ച വരുന്നത്. പിന്നീട് അടിയന്തരാവസ്ഥ വന്നു. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇന്ദിരാഗാന്ധി ഗുരുവായൂരിൽ വന്നു. ഇന്ദിരാഗാന്ധി ഗുരുവായൂരിൽ വന്നപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം ഉണ്ടായിരുന്നു, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ റെയിൽവേ സ്റ്റേഷൻ വരും. പക്ഷേ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസ് അധികാരത്തിന് പുറത്തേക്ക് പോയി. പക്ഷേ ഈ തുടങ്ങി വെച്ചവരെ അവിടെ നിർത്താൻ തയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് മാഷ് ജനതാ പാർട്ടിയുടെ ഭാഗമാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ മാഷും CG നായരും കൂടിയിട്ട് നേരെ ഡൽഹിയിലേക്ക് പോയി. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് പോയ രണ്ടുപേരിൽ ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന സൈമം മാഷ്. ഈ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് കാരണബോധരായ വ്യക്തികളിൽ ഒരു പ്രധാനിയാണ് നമ്മുടെ ഇടയിലുള്ള സൈമം മാഷ്. ഇങ്ങനെ മധുദണ്ഡവതയെ പോയിട്ട് CG നായരും, അദ്ദേഹത്തിനായിരുന്നു റെയിൽവേയുടെ ചുമതല, CG നായരും സൈമം മാഷ് പോയി കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തി. എന്നാൽ ഒരു മലയാളി സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്നു ദണ്ഡവതയിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ മറ്റേ എറണാകുളം പൊന്നാനി പാത പോലെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെ നമ്മുടെ ലീഡർ കരുണാകരൻ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തൃശ്ശൂരിൽ ഗുരുവായൂരിൻ്റെ ട്രെയിൻ വേണമെന്ന് പറയും. പിന്നീട് ഈ ആവശ്യം ഏറ്റെടുക്കാനായിട്ട് ഒരുപാട് പേര് രംഗത്ത് വരും. ഇപ്പം 1994 ഈ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമായപ്പോൾ അതിൻ്റെ പിന്നിൽ ദീർഘവീക്ഷണമുള്ള നമ്മുടെ ഇടയിലുള്ള സൈമം മാഷിന് വലിയ പങ്കുണ്ടായിരുന്നു. ഒരുപക്ഷെ സാന്ദർഭികമായിട്ട് ജനുവേട്ടൻ സൂചിപ്പിച്ചു നന്നായി. കാരണം നമ്മളൊരു പക്ഷേ ചരിത്രത്തിൽ പലതും മറന്നു പോകാറുണ്ട്. അതിലെ ഒരു മറവിയാണ് ഈ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് സൈമം മാഷ് വഹിച്ചിട്ടുള്ള പങ്ക്. സൈമം മാഷ് മാത്രമല്ല, സൈമം മാഷിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അത് കുറച്ചുകൂടി ജനുവേട്ടൻ പറഞ്ഞേക്കാൻ കൂടുതൽ പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞാണ്. ഒരു പക്ഷേ സൈമം മാഷ് അത് പറഞ്ഞില്ലെങ്കിലും അത് ഭയപ്പെട്ടത്
തോന്നിയതുകൊണ്ട് ഞാനത് പറഞ്ഞത് മാത്രം, കൂടുതൽ സൈവഭാഷ പറയുമായിരുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം 2 ഗുരുനാഥന്മാർ അവരുടെ സ്കൂൾ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള 2 ഗുരുക്കന്മാരാണ് സൈവം മാഷും അതുപോലെ തന്നെ ലാസർ മാഷും. അവരെ ആദരിക്കുന്ന വേദിയും എൻ്റെ ഒരുപാട് ഗുരുനാഥന്മാരുണ്ടായിരുന്നു. എന്നെ മലയാളം പഠിപ്പിച്ചിട്ടുള്ള, ഇവിടെ ഇരിക്കുന്ന പല മലയാളം പഠിപ്പിച്ചിട്ടുള്ള രാധാകൃഷ്ണ മാഷ് ഉണ്ടായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ശ്രീ പന്തലുകാരനച്ഛൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉപജീവനമാർഗ്ഗം പത്രപ്രവർത്തനമാണ്. ഈ തൊഴിൽ ഞാൻ എങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, എന്നെ ഈ തൊഴിൽ പഠിപ്പിച്ചത് ശ്രീ ഡേവിസ് കണ്ണനാങ്കിലാണ്. പക്ഷെ അദ്ദേഹത്തിന് അതറിയില്ലായിരിക്കാം. പക്ഷെ ഞാൻ ഈ ഏകലേഖനൊക്കെ പഠിച്ചതുപോലെ അദ്ദേഹത്തിന് കൂടെ നടന്നിട്ട് ഈ പത്രപ്രവർത്തനം പഠിച്ച, ഞാൻ ചെയ്യുന്ന തൊഴിൽ എന്താണെങ്കിലും അത് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് പഠിച്ചിട്ടില്ലാണ്. അദ്ദേഹം എക്സ്പ്രസിൽ ഉണ്ടായിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ഒരു മാസികയുടെ ഒരു പ്രസാദന രംഗത്തുണ്ടാവും ചെയ്തപ്പോൾ അപ്പം തന്നെ പഠിച്ചത്. അപ്പോൾ അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ ഈ ഗുരുവായൂരിൽ എനിക്ക് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ അറിവ് മാത്രമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളും ഗുരുവായൂരിൻ്റെ ചരിത്രമൊക്കെ പഠിപ്പിച്ചു തന്നുകൊണ്ട് എപ്പോഴും എന്നെ ഒരു ഗുരുനാഥനായിട്ട് കൈപിടിച്ച് നയിക്കുന്ന ശ്രീ ജനുവേട്ടൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുരുക്കന്മാരുടെ ഒരു സംഗമ, എൻ്റെ ഗുരുക്കന്മാരുടെ സംഗമവേദിയിൽ ആണ് ഇതിന് സന്തോഷം എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഈ സൈവം മാഷ് ഒരുപാട് മേഖലകൾ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂരിലെ ആക്സ്, ഇപ്പോൾ ജീവകാരുണ്യ നമുക്ക് ഇപ്പോൾ നമുക്കറിയാം, ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ, ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഭയമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആക്സിനെ വിളിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഗുരുവായൂരിൽ എത്തിച്ചതിന് പിന്നിൽ ഞാനൊരു പ്രശ്നമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ആ കാലത്തൊക്കെ മാഷ് അതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഒരുപാട് മേഖലകളിൽ, അതുപോലെ സൈവഭാഷയെ കുറിച്ച് പറയുമ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ ഈ എല്ലാ തവണയും ഈ കലോത്സവങ്ങൾ നടക്കുമ്പോൾ, സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ നമ്മൾ അവസാനം കോഴിക്കോട് ജില്ലയാണ് അതിൻ്റെ വിജയികളാകുന്നത്. പക്ഷെ ഒരു തവണ തൃശ്ശൂർ ജില്ല നമ്മുടെ ഓവറോൾ ചാമ്പ്യന്മാരായിട്ടുള്ള വർഷമുണ്ട്. ആ വർഷം ആ ടീമിൻ്റെ മാനേജർ സൈവഭാഷയായിരുന്നു. സൈവഭാഷ നേതൃത്വത്തിലാണ് അവസാനമായിട്ട് തൃശ്ശൂർ റവന്യൂ ജില്ല ഈ കലോത്സവത്തിൽ കിരീടം നേടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇനിയിപ്പോൾ ഈ 5 മിനിറ്റ് എന്നൊക്കെയാണ് സംഘാടകർ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഒരുപാട് പറയേണ്ട വ്യക്തിത്വങ്ങളാണ്. അതുപോലെ തന്നെ പുസ്തകം രചനാ രംഗത്ത്, അതുപോലെ ഗുരുവായൂരിലെ മാധ്യമ രംഗത്ത്, തുടക്കത്തിൽ ഇവിടുത്തെ പത്ര രംഗത്തൊക്കെ സൈവഭാഷ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് മേഖലകളിൽ, രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ നമ്മൾ ബഹുമുഖ പ്രതിഭ എന്നൊക്കെ ഈ ക്ലീശയായിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗം ഉണ്ടാവും. ബഹുമുഖ പ്രതിഭയാണ്. പക്ഷേ സൈവഭാഷയെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ ലാസർ ഭാഷയെ കുറിച്ച് പറയുമ്പോഴും ഈ ബഹുമുഖ പ്രതിഭ എന്നുള്ളത് അതിൻ്റെ കൃത്യമായിട്ട് അർത്ഥത്തിലൂടെ കടന്നു പോകുന്ന വാക്കുകളാണ്. കാരണം ഇതുപോലെ ഇത്രയധികം മേഖലകൾ, രാഷ്ട്രീയ രംഗത്ത്, ആധ്യാത്മിക രംഗത്ത്, ജീവകാരുണ്യ രംഗത്ത്, അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത്, ഇങ്ങനെ എന്തൊക്കെ വ്യത്യസ്തമായ മേഖലകളിലൂടെയാണ് രണ്ടുപേരും കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സൈവഭാഷയെ ഇനിയും പുസ്തകങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ദർപ്പണം 1, 2 മാത്രമല്ല ഭാഷ പുസ്തകം, വേറെ ഒരുപാട് പുസ്തകങ്ങൾ, ആനുകാലികളിലുള്ള എഴുത്തുകളൊക്കെ സൈവഭാഷ തരേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ദൂരം ഭാഷ ഈ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത് ആശംസിക്കുന്നു. അടുത്തത് ലാസർ ഭാഷയെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചു തന്നിട്ടുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ലാസർ ഭാഷ. ഒരുപാട് മേഖലകളിൽ, സഭാരംഗത്തും പൊതുരംഗത്തൊക്കെ എനിക്ക് ഒരുപാട്, എനിക്ക് മാത്രമല്ല സാധാരണ ഈ വൻ മരങ്ങളെ കുറിച്ച് പറയാറുണ്ട്. വനവൃക്ഷങ്ങളിലെ ചോദ്യം ഒന്നും വളരില്ല, ഒരു പുല്ല് പോലും കിളിർക്കില്ലെന്ന്. അങ്ങനെയല്ല ലാസർ ഭാഷ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആളുകൾ. നമ്മൾ പലപ്പോഴും കൈ കൊതറി ഓടിയിട്ടുണ്ടെന്ന് മാത്രം. പക്ഷെ ലാസർ ഭാഷ ഒരുപാട് ഒരു മുതിർന്ന സഹോദരനെ പോലെ കൊണ്ടു നടന്നിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ സഭാരംഗത്തും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ എന്ന രംഗത്തും അതുപോലെ രാഷ്ട്രീയ രംഗത്തൊക്കെ ഒരുപാട് മേഖലകളിൽ സഹകാരി. ഇപ്പോൾ മാഷിപ്പോൾ മറ്റേ ഹൗസിംഗ് ബോർഡിൻ്റെ സംസ്ഥാന ഭരണസമിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സഹകാരി എന്ന നിലയ്ക്ക് അങ്ങനെ ഒരുപാട് മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മാഷിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ സാധാരണ ഈ തൃശ്ശൂർ അതിരൂപത പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ വർഷവും കൊടുക്കുന്ന അവാർഡുകളിൽ ഒന്നാണെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് മാഷോട് പറയുമായിരുന്നു, ഈ അവാർഡ് മാഷ് വാങ്ങരുത്. കാരണം അങ്ങനെ അവാർഡ് കൊടുക്കേണ്ട ആളല്ല മാഷ്. മറിച്ച് ഈ അതിരൂപത പബ്ലിക് റിലേഷൻ വിഭാഗത്തിൻ്റെ 25ാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് 1/4 നൂറ്റാണ്ടിൻ്റെ തിളക്കത്തിൽ കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്.
നേരത്തെ ശ്രീ ഡേവിസ് കണ്ണൊക്കെ സൂചിപ്പിച്ച പോലെ നേരത്തെ ഇത്തരത്തില് പുരസ്കാരം വാങ്ങിയിരിക്കുന്നത് മറ്റേ നമ്മുടെ കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചിട്ടുള്ള ജോസഫ് വടക്കനച്ചനാണ്. വടക്കനച്ചന് ശേഷം ഇത്തരത്തിലുള്ള പുരസ്കാരം ലഭിക്കുന്നത് നാസർ മാസ്റ്റർക്കാണ്. അപ്പം അതിൻ്റെതായ വലിപ്പമുണ്ട്. പക്ഷെ ഒരുപക്ഷെ നേരത്തെ ഈ വെള്ളോപ്പള്ളി പിതാവ് കപ്പിയുടെ കഥ പറഞ്ഞ പോലെ നമ്മൾ നാസർ മാസ്റ്റർ ചിന്നമാഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണുന്ന പോലെ നമ്മളത് പുറത്തു പോയി നോക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ നമ്മുടെ പ്രകാശനച്ചൻ പറഞ്ഞത്, ഞാൻ പുറത്ത് അറിയപ്പെടുന്നത് നാസർ മാഷിന്റെ സഹോദരന്റെ മകനാണ്. നമുക്ക് പുറത്തു പോകുമ്പോഴാണ് നമ്മൾ ഈ കത്തോലിക്ക പ്രസ്ഥാനത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് പലപ്പോഴും വടക്കൻ ജില്ലകളിലൊക്കെ സെനറ്റും സിൻഡിക്കേറ്റും ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ പോകുമ്പോൾ പരിചയപ്പെടുത്താൻ ഏറ്റവും എളുപ്പം എവിടെയും വീട് തൃശ്ശൂർ എവിടെയാണ്? നാസർ ഗുരുവായൂരുണ്ടോ? നാസർ സാറിന്റെ വീടിന്റെ അടുത്താണോ? നാസർ സാറിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുക എന്നുള്ളതിന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഈ ഭാഷയുടെ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഭാഷയുടെ പ്രസംഗം നടത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പോലെയാണ് തോന്നുന്നത്. നമുക്കൊരു വിഷ്വലായിട്ടുള്ള ഒരു അനുഭവമാണ് ഭാഷ വരച്ചില്ല. അപ്പോൾ ഒരുപാട് പ്രസംഗങ്ങൾ ഉണ്ടെങ്കിലും നാസർ മാഷ പ്രസംഗം കേൾക്കാനായിട്ട് ആളുകൾ കാത്തിരിക്കും. ഒരുപാട് സ്ഥലത്ത് ആളുകൾ കാത്തു നിന്നിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നാസർ മാഷ. എന്തായാലും നാസർ മാഷയ്ക്ക് പുരസ്കാരം ലഭിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് പുരസ്കാരം കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവേണ്ട കാര്യം സത്യത്തിലില്ല. ഒന്ന് കൈ കൊടുക്കേണ്ട കാര്യം, നന്നായിട്ട് പറയേണ്ട കാര്യം അങ്ങനെയല്ല. നാസർ മാഷ്ക്ക് ഈ രജത ജൂബിലി പുരസ്കാരം ലഭിക്കുമ്പോൾ അത് എനിക്ക് കൂടി ലഭിച്ച, നമ്മുടെ നാടിന് കൂടി ലഭിച്ച, അദ്ദേഹം പ്രവർത്തിക്കുന്ന എല്ലാ മണ്ഡലങ്ങൾക്കും കൂടി ലഭിച്ച ഒരു പുരസ്കാരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും വലിയ പുരസ്കാരങ്ങൾ ഭാഷയെ തേടി വരട്ടെ. വലിയ വലിയ പുരസ്കാരങ്ങളിലേക്ക് നാസർ മാഷും സൈമൺ മാഷും ഒക്കെ വരട്ടെ. അവരുടെയൊക്കെ സേവനത്തിന്റെ ആ പ്രഭാ വെളിച്ചം നമ്മുടെ സമൂഹത്തിന് ഇനിയും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗവൺമെന്റ് അഗ്രികൾച്ചറൽ സെക്രട്ടറി ഡോക്ടർ ഹിമാനുഷ പത്തക്കാണ്. അദ്ദേഹം ഈ സമ്മാനം നൽകുമ്പോൾ പ്രത്യേകിച്ചും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുണ്ട്. ആ അഭിമാനം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഒരു ചെറിയൊരു ഉപഹാരം, ഒരു പൊന്നാട അണിയിക്കാനായിട്ട് നിങ്ങൾ നേരത്തെ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല, വിഷമം വിചാരിക്കരുത്. ഈ അവസരം നമ്മുടെ കുടുംബത്തിൻ്റെ അവസരമാണ്. നമ്മുടെ കുടുംബത്തെ പ്രത്യേകിച്ചുകൊണ്ട് വിൻസെൻ്റ് ഏട്ടന്, അതുപോലെ തന്നെ ആൻ്റേട്ടന്, ഞങ്ങൾ എൻ്റെ ചേട്ടൻ ആൻഡ്രു ചേട്ടൻ വന്ന് നമുക്ക് ആ ഒരു പൊന്നാട അണിയിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ സൈമൺ അച്ചാച്ചൻ, ചിച്ചാച്ചൻ, ഡേവിസ് അച്ചാച്ചൻ, ഇതിലെ അച്ചാച്ചൻ എന്ന് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ബന്ധുക്കളല്ലാത്തവർക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ആമയുടെ സ്ഥാനത്ത് വരുന്നവരാണ് ഒരു 3 അച്ചാച്ചൻ എന്ന് പറയുമ്പോൾ ആമയുടെ സ്ഥാനത്ത് വരുന്നതാണ് അങ്കിൾ എന്ന അർത്ഥത്തിലാണ്. അത്രയും അതുപോലെ വേദിയിലിരിക്കുന്ന മുഖ്യപ്രമുഖരെ, സദസ്സിലിരിക്കുന്ന മറ്റു പ്രമുഖരെ എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു വേദിക്ക് എൻ്റെ ഈ പുരസ്കാരത്തിന് തീരെ വലിയ അത്രയും വലിയൊരു വേദിയാണ്. സൈമച്ചാച്ചൻ്റെ രണ്ടാമത്തെ ഒരു പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം. അക്കാഡമിക് മേഖലയിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് ഒരു പുസ്തകം രചിക്കുക എന്ന് പറഞ്ഞാൽ എത്രയും ബുദ്ധിമുട്ടുള്ളതാണെന്നുള്ളത് നമുക്കറിയാം. കുറേ പരന്ന വായനയുടെ ഫലമായിട്ട് മാത്രമാണ് ഒരു പുസ്തകം എഴുതാനായിട്ട് സാധിക്കുന്നത്. അപ്പം അത്രയും സമയമെടുത്ത് വളരെ ചിന്തിച്ച് എഴുതിയ ഒരു പുസ്തകം അതാണ് നമ്മൾ പ്രകാശനം ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷകരമായ വേദിയാണ്. അതുപോലെ തന്നെ ചിന്നച്ചാച്ചനെ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം നമ്മുടെ രൂപതയുടെ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ 25ാം ജൂബിലിയുമായി ബന്ധപ്പെട്ട ഒരു അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും നിറഞ്ഞൊരു വേദിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കിട്ടിയ അവാർഡൊക്കെ വളരെ തുച്ഛമാണ്. കർമ്മ മേഖലയിലെ കൂടുതൽ ശോഭിക്കാൻ സാധിക്കുമ്പോൾ പലരും പറഞ്ഞു ഒരു മേഖല മാത്രമല്ല, സാംസ്കാരിക മേഖല മാത്രമല്ല, സാംസ്കാരിക മേഖല അതുപോലെ എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അത് ഇവർ രണ്ടുപേരുന്നല്ല, എല്ലാ ചാച്ചന്മാരും, ഈ ഫാമിലിയിലുള്ള എല്ലാ ചാച്ചന്മാരും. അതുപോലെ വളരെ സ്നേഹം നിറഞ്ഞ വേറെ ഡേവിസ് ചാച്ചനോട് ഇരിപ്പുണ്ട്. എല്ലാവരും വളരെ തിളങ്ങി നിൽക്കുന്നവരാണ്. ഞങ്ങളൊക്കെ കുടുംബാംഗങ്ങൾ ഇവരെ വളരെ റോൾ മോഡൽസ് ആയിട്ട് ഞങ്ങളുടെ കുഞ്ഞു നാളെ തൊട്ടിട്ട് ഇവരെ നോക്കി ഇതുപോലെ ആവണം, ഇതുപോലെ മിടുക്കരാവണം എന്നുള്ള വളരെ താല്പര്യത്തോടുകൂടി വളർന്നു വന്നതിന്റെ ഒരു ഫലമാണ് ഈ പറഞ്ഞ നേരത്തെ നമുക്ക് ഓരോ മേഖലയിൽ എത്തിപ്പെടാൻ സാധിച്ചത്. ഒരിക്കൽ കൂടി ഈ അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്നും ഈ മേഖലയിൽ കൂടുതൽ ശോഭിക്കാനുള്ള അവസരം രണ്ടുപേരിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
അവിചാരിതമായി കിട്ടിയ ഒരു അവസരമാണ്. ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സൈമ മാഷ്ക്ക് ആശംസകൾ, ലാസർ മാഷ്ക്ക് ആശംസകൾ നേരുന്നു. ഒരു ചെറിയൊരു കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ഇവരുടെ ഫാമിലി ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ ഫംഗ്ഷൻ നടത്തുന്നത്. ഇവരുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ ഞാൻ വിലമതിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. ഈ സഹോദരങ്ങൾ മാസത്തിലൊരിക്കൽ എല്ലാവരും കൂടി ഒരു വീടിൽ കൂടും, ഒരു വൈകുന്നേരത്തിൽ ഒരുമിച്ച് കൂടും, ഭക്ഷണം കഴിച്ച് പിരിയും, ഒരുമിച്ച് കൂടുന്നു എന്നുള്ള ആ സന്തോഷം ഞാൻ വർഷങ്ങളായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഞാൻ വളരെ ചെറുപ്പം മുതലേ ഇവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ചുരുങ്ങിയത് ഒരു 40 വർഷത്തിലധികമായിട്ട് ഇവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, ഈ സൗഹൃദ ബന്ധമുണ്ട്. ഞാൻ ഇവരുടെ അമ്മ വീട്ടിലൊരിക്കലൊക്കെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നല്ല, സൗഹൃദ ബന്ധമുണ്ട്. അതിൽ ഇവരുടെ ഞാൻ ഇവിടെ വിലമതിക്കുന്നത് ഇവരുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ആ ബലം, ശക്തി, ഒരുമ, ഐക്യമായിട്ട് പ്രവർത്തിക്കുന്നു. അത് എനിക്ക് ആശംസിക്കാനുള്ളത് ഇവരുടെ മക്കളും മരുമക്കളും അത് തന്നെ തുടരണം എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ആ പ്രാർത്ഥനയോടുകൂടി സൈമ മാഷ്ക്കും ലാസർ മാഷ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മനസ്സിലാക്കി 3 മണി മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അതിനേക്കാൾ ഏറെ അഭിമാനം തോന്നുകയാണ് ആരംഭം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ വേദിയിലുണ്ടായിരുന്ന വിശിഷ്ട അതിഥികളിൽ 3 പേരാണ് ആദ്യ അവസാനം ഈ വേദിയിൽ ഭൂമിഷ്ഠരായിരിക്കുന്നത്. അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്, നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ പ്രകാശ് അച്ഛൻ, അതുപോലെ തന്നെ KSSB-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരിക്കുന്ന AP ലൂസ് മാസ്റ്റർ, എക്സ്പ്രസ് പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ഡേവിസ് കണ്ണനായിക്കൽ, KP ഋഷീദ്, ലിജിത്ത്, ഇവരെല്ലാം തുടക്കം മുതൽ ഈ നിമിഷം വരെ ഈ വേദിയിൽ ഉപേക്ഷിതരായിരുന്നു എന്ന് കാണുന്നതിൽ ഏറെ അഭിമാനവും സന്തോഷം തോന്നി. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. എത്ര പറഞ്ഞാലും അത് വരാത്ത രീതിയിൽ നന്ദി പഠനം നടത്തേണ്ടതുണ്ടോ എന്ന് എനിക്കറിയാം. നല്ല വാക്കുകൾക്ക് ഒത്തും നന്ദി. ഉപകാരം നൽകിയവർക്കെല്ലാം നന്ദി. പുസ്തകം വാങ്ങി സഹകരിച്ചവർക്ക് പ്രത്യേകം നന്ദി. മരണാനന്തരമാണ് നല്ല നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുക. ഇപ്പം എനിക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിയത് ഒരു പുസ്തകം എഴുതിയതുകൊണ്ടാണ്. ഒരു പുസ്തകം എഴുതിയൊരു പേര് എന്നെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു, കേൾക്കാൻ ഇടവന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് ഉദ്ദേശിക്കാനുള്ളത്, ഇതുപോലെയുള്ള ഒരു പുസ്തകരചന നടത്തിയാൽ നമ്മളെപ്പറ്റി മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ള ആ നല്ല വാക്കുകൾ ശ്രമിക്കാനുള്ള ഒരു വേദിയായിട്ട് മാറ്റാൻ കഴിയും. അങ്ങനെ ഒരുപാട് നല്ല നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ ഇടവന്ന് വളരെ സന്തോഷവും അഭിമാനവും തോന്നാണ്. അതിനൊക്കെ അർഹരായിട്ടുണ്ടോ എന്നുള്ള കാര്യം വേറെ വിഷയം. എന്തായാലും ഞാൻ ഈ പുസ്തകം എഴുതിയത് എൻ്റെ കോവിഡ് കാലത്തെ വിശ്രമകാലമാണ് എൻ്റെ 1ാം ഭാഗം തർപ്പണം. പക്ഷേ ആ തർപ്പണം ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഈ 2ാം ഭാഗം കൂടി എഴുതിയെങ്കിലേ അത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം മനസ്സിൽ കണ്ടതുകൊണ്ടാണ് അല്പം ബുദ്ധിമുട്ടിയതായാലും ശരി, സമയക്കുറവുണ്ടായാലും ശരി, 1 വർഷം എടുത്ത് അത് എഴുതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞപ്പോൾ വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നി. എന്തായാലും ആ പുസ്തകവുമായി സഹകരിക്കാൻ സന്നദ്ധരായിട്ട് നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ പുത്തൂർ മാസ്റ്റർ ഏലിയ കുട്ടികളുടെ മാതാപിതാക്കളുടെ നാമത്തിൽ ആരംഭിച്ചിട്ട് ഈ ട്രസ്റ്റ്, അതിനെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ഭാരവാഹികൾ പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരിയിൽ ഒരാളാണ്. എന്തായാലും ആ രക്ഷാധികാരിയുടെ ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ട്രസ്റ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാരവാഹിയെ കൂടിയായിട്ടുള്ള എൻ്റെ സഹോദരൻ ലാസർ മാസ്റ്റർക്ക് തൃശ്ശൂർ അതിരൂപത അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള അവാർഡ് ലഭിച്ചു. അതും അദ്ദേഹത്തെ അനുമോദിക്കുവാനുള്ള ഒരു സന്ദർഭവും സാഹചര്യവും ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ കഴിഞ്ഞു. എന്തായാലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച ട്രസ്റ്റിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ലാസർ മാസ്റ്റർക്ക് ഇപ്പോൾ ഇന്നത്തെ പത്രത്തിലാണ് ഒരു വാർത്ത നമ്മൾ വായിക്കാൻ ഇടവന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പത്രത്തിലും വന്നിട്ടില്ല. നമ്മുടെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഹൗസിംഗ് ബോർഡ് സൊസൈറ്റികളിലെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഡയറക്ട് ബോർഡ് തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ ഒരു UDF-ൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവരെല്ലാവരും എൻബോളക്കായി നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിഞ്ഞു. ആ ടീമിൽ ലാസർ മാസ്റ്റർ ഒരു ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വളരെയേറെ അഭിമാനവും സന്തോഷവും ഞങ്ങളുടെ സഹോദരൻ എന്ന നിലയിലും ഈ ട്രസ്റ്റിലൊരു അംഗം എന്ന നിലയിൽ എനിക്ക്
സന്തോഷമുണ്ട്. എന്തായാലും ഇത്തരം പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. സ്നേഹപേരിൽ കൂടി പങ്കെടുത്തിട്ട് വേണം എല്ലാവരും പോകാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വക്കൽ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.